മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കുന്ന സ്ഥലം യൂട്രസ് ആണ്. എവിടെയാണ് മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കുന്നത്? യൂട്രസ് ആണ്. ഓക്കെ. മെൻസ്ട്രുവൽ സൈക്കിൾ ഒരു ഗേളിൽ തുടങ്ങുന്നത് പ്യൂബർട്ടിയിൽ എത്തുമ്പോഴാണ്. ഒരു 10-12 വയസ്സ്, 8 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടം, ആ ഒരു സമയത്ത് യൂട്രസിനകത്ത് നടക്കുന്ന ഒരു ഈവന്റ് ആണ് മെൻസ്ട്രുവൽ സൈക്കിൾ. ഓക്കെ. എന്താണ് മെൻസ്ട്രുവൽ സൈക്കിൾ? എവിടെയാണ് നടക്കുന്നത്? ലേറ്റ് അല്ലയാണോ? ഇരുന്ന. ഓക്കെ. അപ്പോ പറഞ്ഞേ. മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കുന്ന സ്ഥലം എവിടെയാ? പറ. യൂട്രസ്. മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കുന്ന സ്ഥലം എവിടെയാ? യൂട്രസ്. ഓക്കെ. മെൻസ്ട്രുവൽ സൈക്കിൾ എപ്പോഴാണ് തുടങ്ങുന്നത്? പറഞ്ഞേ. പ്യൂബർട്ടിയിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരു ഗേളിന്റെ ലൈഫില് രണ്ട് പ്രധാനപ്പെട്ട ഈവന്റിൽ, ഒന്ന് ഊജനസിസും 2 മെൻസ്ട്രുവൽ സൈക്കിളാണ്. ഓക്കെ. ഒരു ഗേളിന്റെ ലൈഫില് 2 പ്രധാനപ്പെട്ട ഈവന്റിൽ ഒരെണ്ണം ഊജനസിസും ഒരെണ്ണം മെൻസ്ട്രുവൽ സൈക്കിളാണ്. അതില് ഊജനസിസ് തുടങ്ങുന്ന പ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിന്. ഓർമ്മയുണ്ടോ? ഏതാണ്? പറ. 7th month ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫ്, പ്രഗ്നൻസി അല്ലേ? എന്നാൽ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ഈവന്റായ മെൻസ്ട്രുവൽ സൈക്കിൾ ജന്മന അല്ല. അത് വരുന്നത് എപ്പോഴാണ്? പ്യൂബർട്ടി പീരീഡിലാണ് മെൻസ്ട്രുവൽ സൈക്കിൾ തുടങ്ങുന്നത്. ഓക്കെ. നടക്കുന്ന സ്ഥലം ഇവിടെ, നടക്കുന്ന സ്ഥലം യൂട്രസ് ആണ്. എപ്പോഴാണ് തുടങ്ങുന്നത്? പറഞ്ഞോ. പ്യൂബർട്ടി പീരീഡ് ഒരു 10 വയസ്സ് 12 വയസ്സിന്റെ ഒക്കെ ഇടയിൽ യൂട്രസിൽ നടക്കുന്ന ഒരു ഈവന്റ് ആണ് മെൻസ്ട്രുവൽ സൈക്കിൾ. ഓക്കെ ആണോ? അപ്പോ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു കഥ പോലെ കേൾക്കുക. അപ്പോ ഒരു ഗേള് ജനിക്കുന്നു. 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, ഇങ്ങനെ വയസ്സ് കൂടി ഒരു 10-12 വയസ്സിലോട്ട് എത്തുമ്പോ പെട്ടെന്നൊരു ദിവസം വജൈന വഴി ബ്ലഡ് പുറത്തു വരും. ഓക്കെ. ഈ വരുന്ന ബ്ലഡ് യൂട്രസിൽ നിന്ന് വരുന്ന ബ്ലഡാണ്. ഈ വരുന്ന ബ്ലഡ് എവിടെ നിന്നാ വരുന്നത്? യൂട്രസിൽ നിന്ന് വരുന്ന ബ്ലഡാണ്. അതായത് ഒരു പെൺകുട്ടി ജനിച്ച് 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, ഇങ്ങനെ ഏജ് കൂടി ഒരു 10-12 വയസ്സിലോട്ട് അടുക്കുമ്പോ പെട്ടെന്നൊരു ദിവസം വജൈന വഴി ബ്ലഡ് പുറത്തു വരും. ഓക്കെ. വജൈന വഴി ബ്ലഡ് പുറത്തു വരും. ഈ ബ്ലഡ് എവിടെ നിന്നാ വരുന്നത്? യൂട്രസിൽ നിന്നാണ് വരുന്നത്. അപ്പൊ വജൈന വഴി ബ്ലഡ് പുറത്തു വരുമല്ലോ പ്യൂബർട്ടിയില്. ഇത് സൂചിപ്പിക്കുന്നത്, ഇതൊരു പെൺകുട്ടിയെ ഇൻഫോം ചെയ്യുകയാണ്, നിങ്ങളുടെ യൂട്രസ് മെച്ചുറായി. ഇതൊരു പെൺകുട്ടിയെ ഇൻഫോം ചെയ്യുന്നു, അറിയിക്കുകയാണ്. എന്തറിയിക്കുകയാണ്? യൂട്രസ് മെച്ചുറായി. ഒരു ബേബിയെ ക്യാരി ചെയ്യാൻ യൂട്രസിന് ഇനി പറ്റും എന്നറിയിക്കുകയാണ്. ഒരു ബേബിയെ ക്യാരി ചെയ്യാൻ യൂട്രസിന് പറ്റും എന്ന് നിങ്ങൾ അറിയിക്കുന്നു, ഒരു ഗേളിനെ അറിയിക്കുന്നു. അതാണ് മെൻസ്ട്രുവൽ സൈക്കിൾ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്ത്. എന്താണ് മെൻസ്ട്രുവൽ സൈക്കിൾ? നടക്കുന്ന സ്ഥലം എവിടെയാ? യൂട്രസ് ആണ്. നടക്കുന്ന സ്ഥലം എവിടെയാണ്? യൂട്രസ് ആണ്. എപ്പോഴാണ് നടക്കുന്നത്? പ്യൂബർട്ടിയിലാണ്. എന്ത് ഇൻഫർമേഷൻ ആണ് ഒരു ഗേളിന് തരുന്നത്? യൂട്രസ് മെച്ചുറായെന്ന് അറിയിക്കുകയാണ്. എങ്ങനെ? യൂട്രസിൽ നിന്ന് ബ്ലഡ് പുറത്തു വരും. ആ ബ്ലഡ് പുറത്തു വരും. ആ ബ്ലഡ് ഏത് വഴിക്ക് പുറത്തു പോവും?
വജൈന വഴിക്ക് പുറത്തു വരും. അപ്പൊ പുറത്തു വരുമ്പോ ഒരു പെൺകുട്ടിയുടെ ലൈഫിലെ ആദ്യത്തെ ഈവന്റ് ആണത്, അല്ലേ? പെൺകുട്ടിയുടെ ലൈഫിലെ ആദ്യത്തെ ഒരു ഈവന്റ് ആണത്. അപ്പൊ ആ ആദ്യത്തെ ബ്ലഡ് വരുമ്പോ ആ പെൺകുട്ടിയെ അറിയിക്കുന്നു, നിങ്ങളുടെ യൂട്രസ് മെച്ചുറായി. അതിന്റെ അർത്ഥം നിങ്ങൾക്കൊരു ബേബിയെ ക്യാരി ചെയ്യാൻ ഇനി പറ്റും എന്നറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു പെൺകുട്ടിയുടെ ലൈഫില് വജൈന വഴി ആദ്യമായിട്ട് ബ്ലഡ് പുറത്ത് വരുമല്ലോ. വന്നാൽ എന്ത് തുടങ്ങിയെന്ന് പറയാം? മെൻസ്ട്രുവൽ സൈക്കിൾ തുടങ്ങിയെന്ന് പറയാം. ആദ്യമായിട്ട് പുറത്തു വരുന്ന ബ്ലഡിനെ, അല്ലെങ്കിൽ ആദ്യമായിട്ട് പുറത്തു വരുന്ന ബ്ലഡിനെ പറയുന്ന പേരാണ് മെനാർക്ക്. എന്തോന്ന് പറയും? മെനാർക്ക്. ഫസ്റ്റ് മെൻസ്ട്രുവൽ സൈക്കിൾ, ഫസ്റ്റ് മെൻസ്ട്രുവൽ സൈക്കിൾ, ഫസ്റ്റ് ബ്ലീഡിങ്, മെനാർക്ക്. ഫസ്റ്റ് മെൻസ്ട്രുവൽ സൈക്കിൾ, ഫസ്റ്റ് ബ്ലീഡിങ്, മെനാർക്ക്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് നേരെ മെൻസ്ട്രുവൽ സൈക്കിളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലോട്ട് പോവാം. റെഡി? പറയട്ടോ. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ പിടികിട്ടിയല്ലോ. നടക്കുന്ന സ്ഥലം എവിടെയാണ്, നടക്കുന്ന ഏജ് എപ്പോഴാണ്, എന്താണ് ഒരു പെൺകുട്ടിയെ ഇൻഫോം ചെയ്യിക്കുന്നത്. ഓക്കെ, ഇതാണ് മെൻസ്ട്രുവൽ സൈക്കിൾ. ഓക്കെ, മെൻസ്ട്രുവൽ സൈക്കിളിന് 4 സ്റ്റെപ്സ് ഉണ്ട്. മെൻസ്ട്രുവൽ സൈക്കിളിന് 4 സ്റ്റേജസ് ഉണ്ട്, 4 സ്റ്റെപ്സ് ഉണ്ട്. വായിച്ചേ. മെൻസ്ട്രുവൽ ഫേസ്, പ്രോലിഫറേറ്റീവ് ഓർ ഫോളിക്കുലാർ ഫേസ്, ഓവുലേഷൻ, സെക്രീറ്ററി ഓർ ലൂട്ടിയൽ ഫേസ്. ഏതൊക്കെയാണ് പറഞ്ഞേ? മെൻസ്ട്രുവൽ ഫേസ്, പ്രോലിഫറേറ്റീവ് ഓർ ഫോളിക്കുലാർ ഫേസ്, ഓവുലേഷൻ, പിന്നെ സെക്രീറ്ററി ഫേസ് ഓർ ലൂട്ടിയൽ ഫേസ്. ഓക്കെ, മെൻസ്ട്രുവൽ സൈക്കിളിന് 4 ഈവൻസ് ഉണ്ട്. ഓക്കെ, 4 ഈവൻസ് പറഞ്ഞല്ലോ. റെഡി? ഓക്കെ, അടുത്ത് പറയട്ടോ. ഒരു മെൻസ്ട്രുവൽ സൈക്കിളിന് എത്ര ടൈം പീരീഡ് ഉണ്ട്? 28 ഓർ 29 ഡേയ്സ്. ഒരു നോർമൽ ഫീമെയിലില് മെൻസ്ട്രുവൽ സൈക്കിള് എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചാൽ 28 ഓർ 29 ഡേയ്സ്. ഒരു മെൻസ്ട്രുവൽ സൈക്കിളില്, ഒരു മെൻസ്ട്രുവൽ സൈക്കിൾ എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചാൽ 28 ഓർ 29 ഡേയ്സ് ആണ്. ഓക്കെ ആണോ? റെഡിയാണോ? ശരി, ഞാൻ ഇവിടെ ഒരു നോക്കിയേ, 28, 29 ഡേയ്സ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഓക്കെ, തുടങ്ങാം. ഓക്കെ, തുടങ്ങട്ടോ. നോക്കിയോണേ, ശ്രദ്ധിച്ചോണേ. ഫസ്റ്റ് 5 ഡേയ്സ്, ഫസ്റ്റ് 5 ഡേയ്സ്, ഫസ്റ്റ് 5 ഡേയ്സ് നോൺ ആസ് മെൻസ്ട്രുവൽ ഫേസ്. ആദ്യത്തെ 5 ദിവസം, 28 ദിവസത്തിലെ ആദ്യത്തെ 5 ദിവസമാണ് മെൻസ്ട്രുവൽ ഫേസ്. ആദ്യത്തെ 5 ദിവസമാണ് മെൻസ്ട്രുവൽ ഫേസ്. ഇതിനെ വേറൊരു പേര് പറയും, ബ്ലീഡിംഗ് സ്റ്റേജ് എന്നും പറയും. ബ്ലീഡിംഗ് സ്റ്റേജ് എന്നും പറയും. ഇതാണ് മെൻസ്ട്രുവൽ ഫേസ് ഓർ ബ്ലീഡിംഗ് സ്റ്റേജോ ബ്ലീഡിംഗ് ഫേസ് എന്നോ പറയാം. ഓക്കെ, അപ്പോ മെൻസ്ട്രുവൽ സൈക്കിൾ ടോട്ടൽ എത്ര ദിവസമുണ്ട്? 28 ഡേയ്സ് ആണ്, അല്ലെ? അതിൽ ആദ്യത്തെ ഫസ്റ്റ് 5 ഡേയ്സ് ആണ് ഏത്? ഏത് ഫേസ്? മെൻസ്ട്രുവൽ ഫേസ്. മറ്റൊരു പേരെന്താ? ബ്ലീഡിംഗ് ഫേസ്. ഇനി പറയട്ടോ. റെഡി? ബ്ലീഡിംഗ് ഫേസ് അല്ലെങ്കിൽ മെൻസ്ട്രുവൽ ഫേസ് എന്താണെന്ന് ചോദിച്ചാൽ 5 ദിവസം, ചില പെൺകുട്ടികളിൽ 7 ദിവസം വരെ പോകാറുണ്ട്. നമ്മൾ ഈ പറയുന്നത് ഓവറോൾ ആവറേജ് ആണ്. നമ്മൾ ഒരാളുടേത് നോക്കിയിട്ടല്ല പറയുന്ന, ഓവറോൾ ആവറേജ് എടുക്കുമ്പോൾ ചില പെൺകുട്ടികൾക്ക് 3 ഡേയ്സ് കാണാം, ചില പെൺകുട്ടികൾക്ക് 5 ഡേയ്സ് കാണാം, ചില പെൺകുട്ടികൾക്ക് 7 ഡേയ്സ് വരെ ബ്ലീഡിങ് കാണാം. ഓക്കെ, നമ്മൾ ഓൺ ആൻ ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ എത്രയാണ് പറയുന്ന ഡേയ്സ്? 5 ഡേയ്സ്. ഇതിനെ പറയുന്ന പേരെന്താ? ബ്ലീഡിംഗ് ഫേസ്. പറയുന്ന പേരെന്താ? ബ്ലീഡിംഗ് ഫേസ്. നോക്കിയോണേ, ബ്ലീഡിംഗ് ഫേസ് എന്ന് പറഞ്ഞാല് വജൈന വഴി ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. അതാണ് ബ്ലീഡിംഗ് ഫേസ്. 5 ദിവസം വരെയും വജൈന വഴി ചെറിയ രീതിയിൽ ബ്ലഡ് വന്നുകൊണ്ടിരിക്കും.
ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആദ്യത്തെ ഫേസിന്റെ പേരെന്താ? മെൻസ്ട്രുവൽ ഫേസ് ഓർ ബ്ലീഡിംഗ് ഫേസ്. അപ്പൊ ഈ 5 ദിവസം എന്താണ് നടക്കുന്നത്? ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. 5 ദിവസം എന്തോന്ന് വന്നുകൊണ്ടിരിക്കും? ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. എവിടെ നിന്നാ ബ്ലഡ് വരുന്നത്? എവിടെ നിന്നാ ബ്ലഡ് വരുന്നത്? യൂട്രസിൽ നിന്നാണ് ബ്ലഡ് വരുന്നത്. ഏത് വഴിക്ക് ബ്ലഡ് പുറത്തു വരും? വജൈനെ കൂടെ പുറത്തു വരും. ഇതാണ് ഫസ്റ്റ് ഇവന്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മെൻസ്ട്രുവൽ ഫേസ്. ഓക്കെ, മെൻസ്ട്രുവൽ ഫേസിന്റെ മറ്റൊരു പേര് ബ്ലീഡിങ്. അപ്പോ ബ്ലീഡിങ് എത്ര ദിവസം? 5 days അല്ലെ? ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. ഏത് വഴി? വജൈന വഴി ബ്ലഡ് പുറത്ത് വെക്കൊണ്ടിരിക്കും. ഈ ബ്ലഡ് എവിടെ നിന്നാ വരുന്നത്? യൂട്രസിൽ നിന്നാണ് വരുന്നത്. യൂട്രസിൽ നിന്ന് ബ്ലഡ് 5 ദിവസം ഇങ്ങനെ വെക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. ഇനി അടുത്തൊരു പോയിന്റ് പറയട്ടോ. ഈ ബ്ലഡ് എവിടെ നിന്നാ വരുന്നത്? എവിടെ നിന്നാ വരുന്നത്? യൂട്രസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു യൂട്രസിന് എത്ര ലെയർ ഉണ്ട്? 3 ലെയർ. എൻഡോമെട്രിയം, മയോമെട്രിയം, പെരിമെട്രിയം. ഇതിൽ ഏത് ലെയറിലാണ് ബ്ലഡ് വെസൽ ഉള്ളത്? എൻഡോമെട്രിയം. അപ്പൊ യൂട്രസിൽ നിന്ന് ബ്ലഡ് വരണമെങ്കിൽ ഏത് ലെയറിൽ നിന്ന് ബ്ലഡ് വരണം? എൻഡോമെട്രിയം. അതായത് സംഭവിക്കുന്നത് മെൻസ്ട്രുവൽ സൈക്കിൾ തുടങ്ങുമ്പോൾ എൻഡോമെട്രിയം ബ്രേക്ക് ആവും. സംഭവിക്കുന്ന എന്താ? എൻഡോമെട്രിയം റപ്ചർ ആവും. എൻഡോമെട്രിയത്തിനകത്ത് ഫുള്ള് ബ്ലഡ് അല്ലേ? അപ്പോ എൻഡോമെട്രിയം റപ്ചർ ആകുമ്പോ ബ്ലഡ് വരത്തില്ലേ? അപ്പോ ബ്ലീഡിംഗ് ഫേസില്, മെൻസ്ട്രുവൽ ഫേസില്, അതർവൈസ് നോൺ ആസ് ബ്ലീഡിംഗ് ഫേസ് അല്ലേ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബ്ലീഡിംഗ് വരും അല്ലേ? എവിടെ നിന്നാ? ഇനി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ്, യൂട്രസിന്റെ എൻഡോമെട്രിയം റപ്ചർ ആവും. യൂട്രസിന്റെ എൻഡോമെട്രിയം റപ്ചർ ആവും. ഉടനെ ബ്ലഡ് വരും. ഈ ബ്ലഡ് വജൈന വഴി പുറത്തു പോകും. എത്ര ദിവസം വരെ ബ്ലീഡിംഗ് കാണും? 5 ദിവസം വരെ ബ്ലീഡിംഗ് കാണും. ഈ ഫേസിനെ പറയുന്ന പേരാണ് മെൻസ്ട്രുവൽ ഫേസ്. വ്യക്തമായിട്ട് മനസ്സിലായോ? റെഡിയാണോ? ഓക്കെ, അപ്പൊ ചോദിക്കട്ടോ, മെൻസ്ട്രുവൽ സൈക്കിൾ ടോട്ടൽ എത്ര ദിവസമാണ്? 28 or 29. മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ആദ്യത്തെ ഫേസ് ഏതാ? മെൻസ്ട്രുവൽ ഫേസ് ഓർ ബ്ലീഡിംഗ് സ്റ്റേജ് അല്ലെ? ബ്ലീഡിംഗ് ഫേസ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പോരട്ടെ. യൂട്രസിന്റെ എൻഡോമെട്രിയം റപ്ചർ ആകുന്നു, ബ്ലഡ് പുറത്തു വരുന്നു. ഈ ബ്ലഡ് വജൈന വഴി പുറത്തോട്ട് പോകുന്നു. എത്ര ദിവസം വരെ ഈ ബ്ലഡ് പുറത്തു പോകാം? 5 days വരെ പോകും. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയേ, യൂട്രസിന്റെ ഏത് ലെയർ റപ്ചറായി? എൻഡോമെട്രിയം റപ്ചറായി. ഓക്കെ ആണോ? റെഡി? അടുത്ത് പറയട്ടോ. അടുത്ത സ്റ്റെപ്പ്, ഇപ്പൊ ഇത് റപ്ചറായി പോയില്ലേ? ഇനി ഇത് പഴയ പോലെ റിപ്പയർ ആവും. വീണ്ടും റപ്ചറായത് പഴയ പോലെ റിപ്പയർ ആവും. റപ്ചറായ എൻഡോമെട്രിയം പഴയ പോലെ റിപ്പയർ ആവും. റപ്ചറായ എൻഡോമെട്രിയം വീണ്ടും പഴയ പോലെ റിപ്പയർ ആവും. ഇതിനെ പറയുന്ന പേര് പ്രോലിഫറേറ്റീവ് ഫേസ്. എന്താ പറയുന്നത്? പ്രോലിഫറേറ്റീവ് ഫേസ്. പ്രോലിഫറേറ്റ് ചെയ്യുക, റിപ്പയർ നടക്കുക. എവിടെ നടക്കും? റപ്ചറായ എൻഡോമെട്രിയം റപ്ചറായി പോയില്ലേ? ആദ്യത്തെ ഫേസിൽ എൻഡോമെട്രിയം റപ്ചറായി പോയില്ലേ? അത് വീണ്ടും പഴയ പോലെ ആവും. ആ ഫേസിനെ പറയുന്ന പേരാണ് പ്രോലിഫറേറ്റീവ് ഫേസ്. എന്തോന്ന് പറയും? പ്രോലിഫറേറ്റീവ് ഫേസ്. ഞാൻ പറഞ്ഞ മനസ്സിലായി? ഇത് നോക്കിയേ, 6th day തൊട്ട് 13th day വരെ കാണും പ്രോലിഫറേറ്റീവ് ഫേസ്. സിക്സ്ത് ഡേ തൊട്ട് 13th day വരെ പ്രോലിഫറേറ്റീവ് ഫേസ് ആണ്. അപ്പോ സിക്സ്ത് നോക്കിയേ, 1 മുതൽ 5th day കൊണ്ട് എന്ത് ഡീജനറേറ്റ് ആവും? എൻഡോമെട്രിയം പൊട്ടിപ്പോയില്ലേ? അത് വീണ്ടും പഴയ പോലെ ആവണം. അതിന് എത്രാമത്തെ ദിവസം തൊട്ട്? 6th തൊട്ട് 13th day കൊണ്ട് അത് പഴയ പോലെ ആവും.
അതാണ് പ്രോലിഫറേറ്റീവ് ഫേസ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ പിടി കിട്ടിയോ? ഓക്കെ ഓക്കെ. ഇനി ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ ഫേസിനേക്കാൾ വലുതാണ് രണ്ടാമത്തെ ഫേസ്. ശ്രദ്ധിച്ചോണേ. രണ്ടാമത്തെ ഫേസിന്റെ പേരെന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞേ? പറ. പ്രോലിഫറേറ്റീവ് ഫേസ്, ഫോളിക്കുലർ ഫേസ്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോണേ. പ്രോലിഫറേറ്റീവ് ഫേസ് സൂചിപ്പിക്കുന്നത് യൂട്രസിനെയാണ്. പ്രോലിഫറേറ്റീവ് ഫേസ് ആരെയാ സൂചിപ്പിക്കുന്നത്? യൂട്രസിനെയാണ്. ഓക്കെ. ഫോളിക്കുലാർ ഫേസ് സൂചിപ്പിക്കുന്നത് ഓവറിയെയാണ്. ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തെ ഈവന്റ്, ഒന്നാമത്തെ മെൻസ്ട്രുവൽ ഫേസ് അല്ലേ, രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ട് സ്ഥലത്ത് ഒരേപോലെ നടക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ട് സ്ഥലത്ത് ഒരേപോലെ നടക്കും. എവിടെയൊക്കെ? യൂട്രസിലും ഓവറിയിലും. അതെന്താണെന്ന് ഞാൻ പറയാം. യൂട്രസിൽ നടക്കുന്നതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എന്താ യൂട്രസിൽ നടന്നത് പറഞ്ഞേ? റപ്ചറായ എൻഡോമെട്രിയം പ്രോലിഫറേറ്റ് ചെയ്ത് അതിന്റെ പഴയ സ്ട്രക്ചറിലോട്ട് തിരിച്ചെത്തി. ഇറ്റ് ഈസ് കോൾഡ് പ്രോലിഫറേറ്റീവ് ഫേസ്. റെഡിയാണോ? ഇതേ സമയം, അതായത് പൊട്ടിപ്പോയ എൻഡോമെട്രിയം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, അതേ സമയം മറ്റൊരു കാര്യം ഓവറിയിൽ നടക്കും. ദാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താ നടക്കുന്നത്? പോരട്ടെ. പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിൾ ആവും, സെക്കൻഡറി ഫോളിക്കിൾ ടെറിഷറി ഫോളിക്കിൾ ആവും, ടെറിഷറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറും. ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്? ജനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓവറിയിൽ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞു പ്രൈമറി ഫോളിക്കിൾസ് മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ പ്യൂബർട്ടിയിൽ എത്തുമ്പോൾ മില്യൺ കണക്കിന് പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടായിരുന്നത് എത്രയായിട്ട് കുറയും? 60 to 80 ആയിട്ട് കുറയുമെന്ന് പറഞ്ഞില്ലേ? അല്ലേ? കുറയുമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങൾ പ്യൂബർട്ടിയിൽ എത്തുമ്പോൾ സ്വിച്ച് ഓൺ ആവുമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? സ്വിച്ച് ഓൺ ആയി ലാസ്റ്റ് എന്താകും? അത് പ്രൈമറി ഫോളിക്കിൾ സ്വിച്ച് ഓൺ ആയി നിങ്ങൾ പ്യൂബർട്ടിയിൽ എത്തുമ്പോൾ എന്താകും? അത് ഗ്രാഫിയൻ ഫോളിക്കിൾ. പറഞ്ഞ മനസ്സിലായ? നിങ്ങളുടെ യൂട്രസിനകത്ത് റപ്ചറായ എൻഡോമെട്രിയം പ്രോലിഫറേറ്റ് ചെയ്ത് പഴയ ഷേപ്പിലോട്ട് ആകുന്ന അതേ സമയം ഓവറിക്കകത്ത് പോരട്ടെ, പ്രൈമറി ഫോളിക്കിള് ഗ്രാഫിയൻ ഫോളിക്കിളായി മെച്ചുർ ആവും. ഇറ്റ് ഈസ് കോൾഡ്, യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പറഞ്ഞു കേൾപ്പിക്കാമോ? ഫസ്റ്റ് ഫേസ് പെട്ടെന്ന് മെൻസ്ട്രുവൽ ഫേസ്. എന്താ സംഭവം അവിടെ? പറഞ്ഞോ. യൂട്രസിന്റെ എൻഡോമെട്രിയം റപ്ചർ ആകുന്നു, ബ്ലഡ് വരുന്നു, വജൈന വഴി ബ്ലഡ് പുറത്തു പോകുന്നു. എത്ര ദിവസം വരെ? 5 days വരെ. മെൻസ്ട്രുവൽ ഫേസിൽ കഴിഞ്ഞു. റെഡി? സെക്കൻഡ് ഫേസ് പ്രോലിഫറേറ്റീവ് ഫേസ് ഓർ ഫോളിക്കുലർ ഫേസ്. പ്രോലിഫറേറ്റീവ് ഫേസ് റെപ്രസെന്റ് ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? യൂട്രസ്. ഫോളിക്കുലർ ഫേസ് ഓവറി. എന്താ ഇവിടെ സംഭവിക്കുന്നത്? റപ്ചറായ എൻഡോമെട്രിയം റിപ്പയർ ചെയ്ത് പഴയ പോലെ ആവും. എൻഡോമെട്രിയം മെച്ചർ ആവും. ഇറ്റ് റെപ്രസെന്റ്
പ്രോളിഫറേറ്റീവ് ഫേസ്. അതേസമയം ഓവറിക്കകത്ത് പ്രൈമറി ഫോളിക്കിള് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മെച്ചർ ആവും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോ പ്രൈമറി ഫോളിക്കിള് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മെച്ചറായി അല്ലേ? ഇതിന് സഹായിച്ച ഹോർമോണാണ് ഏതാ? പേര് വായിച്ചേ. ഫോളിക്കിൾ അല്ലേ? ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്തു. ഏത് ഫോളിക്കിളിനെ? പ്രൈമറി ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അത് എന്തായിട്ട് മാറി? ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറി. ഓക്കെ. സഹായിച്ച ഹോർമോൺ ആരാ? FSH. റെഡി? റെഡി? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഓക്കെ. പറഞ്ഞു പിടികിട്ടിയോ? റെഡി? അടുത്ത് പറയട്ടോ. അപ്പൊ നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. നോക്കിയേ, 13th ഡേ ആയി. ഓക്കെ. 2 ഈവന്റ് കംപ്ലീറ്റ് ആയി. ഏതൊക്കെയാണ്? ആരൊക്കെ? ഒന്ന് എൻഡോമെട്രിയം മെച്ചറായി അല്ലേ? എൻഡോമെട്രിയം മെച്ചറായി അല്ലേ? അപ്പുറത്ത് ആര് മെച്ചറായി? ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചറായി. ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറി അല്ലേ? 13th ഡേയില് ഒരു സൈഡില് എൻഡോമെട്രിയം മെച്ചറായി, മറ്റേ സൈഡില് ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചറായി അല്ലേ? ഗ്രാഫിയൻ ഫോളിക്കിള് മെച്ചറായി. ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചറാകുന്ന സമയത്ത് ഇത് പുറത്തുവിടുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ ഓവറി റിലീസ് ചെയ്യുന്ന ഹോർമോൺ, അതായത് ഫോളിക്കിൾ റിലീസ് ചെയ്യുന്ന ഹോർമോൺ, ഓവറി റിലീസ് ചെയ്യുന്ന ഹോർമോൺ, ഫോളിക്കിൾ റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആരാ? ഈസ്ട്രോജൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ അതാണ് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ആദ്യത്തെ 2 ഈവന്റ് പിടികിട്ടിയോ? വ്യക്തമായിട്ട് മനസ്സിലായോ? നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പിടികിട്ടിയല്ലോ. എന്തുകൊണ്ട് അതിനെ പ്രോളിഫറേറ്റീവ് എന്ന് പറയുന്നു, എന്തുകൊണ്ട് അതിനെ ഫോളിക്കുലാർ എന്ന് പറയുന്നു, വ്യക്തമായിട്ട് മനസ്സിലായോ? റെഡി? അപ്പോ നിങ്ങൾ ആലോചിക്കണം, 13th ഡേയില് 2 ഈവന്റ് കംപ്ലീറ്റഡ് ആയി. ഏതൊക്കെ? ഒന്ന് ഒരിടത്ത് എൻഡോമെട്രിയം മെച്ചറായി, എൻഡോമെട്രിയം പഴയ പോലെയായി. മറ്റേ സ്ഥലത്ത് ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചറായി അല്ലേ? ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചറായി കഴിഞ്ഞാൽ ആര് പുറത്ത് ചാടും? പോരട്ടെ. സെക്കൻഡറി ഊസൈറ്റ്. കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞല്ലേ, ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചറായി കഴിഞ്ഞാൽ ആര് പുറത്ത് ചാടും? സെക്കൻഡറി ഊസൈറ്റ് പുറത്ത് ചാടും. എത്രാമത്തെ ദിവസം? 14th ഡേ. എത്രാമത്തെ ദിവസം? 14th ഡേ. ഇറ്റ് ഈസ് കോൾഡ് ഓവുലേഷൻ. മൂന്നാമത്തെ ഫേസ് ഓവുലേഷൻ. ഓക്കെ. റെഡി? അടുത്ത് പറയട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചുറാകാൻ സഹായിച്ച ഹോർമോൺ ആരാ? വെരി ഗുഡ്, FSH അല്ലേ? ഫോളിക്കിൾ മെച്ചുറായപ്പോ റിലീസായ ഹോർമോൺ ആരാ? ഈസ്ട്രോജൻ അല്ലേ? ഫോളിക്കിൾ മെച്ചുറായല്ലോ, ഉടനെ അത് എന്ത് റിലീസ് ചെയ്തു? അല്ലെ, അതൊക്കെ ഹോർമോൺ റിലീസ് ചെയ്ത്. വേറെ ആരെയാ പുറത്തു വിട്ടെ? സെക്കൻഡറി ഊസൈറ്റ്. ഗ്രാഫിയൻ ഫോളിക്കിള് ആരെ പുറത്തു വിട്ടു? സെക്കൻഡറി ഊസൈറ്റ്. ഗ്രാഫിയൻ ഫോളിക്കിള് ആരെ റിലീസ് ചെയ്തു? സെക്കൻഡറി ഊസൈറ്റ്. ഇറ്റ് ഈസ് കോൾഡ് ഓവുലേഷൻ. അതിന് സഹായിക്കുന്ന ഹോർമോൺ LH. ഗ്രാഫിയൻ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് സെക്കൻഡറി ഊസൈറ്റിനെ പുറത്ത് ചാടിക്കുന്ന ഹോർമോൺ ആരാ? LH. ആക്ഷൻ ഡിഫറൻസ് പിടികിട്ടിയോ? ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് മെച്ചുറാക്കുന്നത് FSH. ഫോളിക്കിൾ മെച്ചുറാകുന്നതിന്റെ ഇടയിൽ പുറത്തുവിടുന്നത് ഈസ്ട്രോജൻ എന്ന ഹോർമോൺ. മെച്ചുറായി കഴിഞ്ഞിട്ട് ആരെ പുറത്ത് റിലീസ് ചെയ്യും? സെക്കൻഡറി ഊസൈറ്റ് അല്ലേ? ആ പ്രോസസ്സ് ഓവുലേഷൻ.
ഗ്രാഫിയൻ ഫോളിക്കിളിനകത്ത് നിന്നും സെക്കൻഡറി ഊസൈറ്റിനെ പുറത്ത് ചാടിക്കുന്ന ആര്? LH എന്ന ഹോർമോൺ. ഞാൻ പറഞ്ഞ മനസ്സിലായാൽ? റെഡി? 3 ഫേസും കഴിഞ്ഞു. 3 ഫേസും കഴിഞ്ഞു. റെഡിയാണോ? റെഡിയാണോ? റെഡി? 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 അടുത്ത് പറയട്ടോ. റെഡിയാണല്ലോ? ധാര പുറത്ത് ചാടിയ സെക്കൻഡറി ഊസൈറ്റ്. ഇത് നേരെ എങ്ങോട്ട് കയറും? യെസ്, വെരി ഗുഡ്. ആര് പിടിച്ചെടുക്കും? ആര് പിടിച്ചെടുക്കും? ഫിംബ്രിയ. എന്നിട്ട് എങ്ങോട്ട് വരും? ഇൻഫണ്ടിബുലം. അടുത്ത് ആംബുല എത്തും. ഓക്കെ, അടുത്ത് പറയട്ടോ. റെഡി? ഓവത്തിന്റെ, അതേ സെക്കൻഡറി ഊസൈറ്റ് ഇല്ലേ, ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത് ഒറ്റ ദിവസമാണ്. 24 hours ആണ് ഇതിന്റെ ആയുസ്. ഓവത്തിന്റെ ആയുസ്, സെക്കൻഡറി ഊസൈറ്റിന്റെ ആയുസ് 24 hours ആണ്, ഒറ്റ ദിവസം. ഓക്കെ ഓക്കെ, റെഡി? 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 ഇപ്പോ ഇനി ഞാൻ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചോണേ. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ഇപ്പൊ ഒരാളെ പറഞ്ഞു വിട്ടില്ലേ? ആരെ? ആരെ? സെക്കൻഡറി ഊസൈറ്റിനെ എങ്ങോട്ട് പറഞ്ഞു വിട്ടു? ഫെലോപ്പിയൻ ട്യൂബിനകത്ത് പറഞ്ഞു വിട്ടില്ലേ? എന്തിനാ പറഞ്ഞു വിട്ട്? സ്പേമുമായിട്ട് ചേരാൻ പറഞ്ഞു വിട്ടതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ സെക്കൻഡറി ഊസൈറ്റിനെ ഇതിനകത്തോട്ട് പറഞ്ഞു വിട്ടില്ലേ? എന്തിനാ പറഞ്ഞു വിട്ട്? ആരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സ്പേമിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ 13ാമത്തെ ദിവസം യൂട്രസ് പഴയ പോലെ ആയല്ലോ. എന്തിനാ പഴയ പോലെ ആയത്? ബേബിയെ സ്വീകരിക്കാൻ. യൂട്രസ് പൊട്ടിപ്പോയിട്ട് പഴയ പോലെ ആയില്ലേ? എന്തിനാ പഴയ പോലെ ആയത്? ബേബിയെ സ്വീകരിക്കാൻ. കാരണം ബേബി എവിടെയാ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? ബേബി എവിടെയാ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? എൻഡോമെട്രിയത്തിലല്ലേ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ അതിനെ റിപ്പയർ ചെയ്ത് പഴയ പോലെ ആക്കിയില്ലേ? എന്തിനാ ആക്കി വെച്ചത്? ബേബിയെ സ്വീകരിക്കാൻ. ഇപ്പൊ ഒരാളെ പറഞ്ഞു വിട്ടല്ലോ. അയാൾ ചിലപ്പോൾ എന്താകാം? എന്തായി മാറാം? ബേബി ആയിട്ട് മാറിയാൽ അതിനെ സ്വീകരിക്കണ്ടേ? അതിനെ സ്വീകരിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് റിപ്പയർ ചെയ്ത് പഴയ പോലെ ആക്കിയത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ ആയില്ലല്ലോ? ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണേ. ശ്രദ്ധിച്ചോണേ. റെഡി? ആര് പുറത്ത് ചാടി? സെക്കൻഡറി ഊസൈറ്റ് പുറത്ത് ചാടി അല്ലേ? ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? ഓവുലേഷൻ. ശ്രദ്ധിച്ചോണേ, ശ്രദ്ധിച്ചോണേ. ഇത് പുറത്ത് ചാടിയ ഉടനെ ഈ കാണുന്ന അവശിഷ്ടം കണ്ടോ? ബാക്കി വരുന്ന ഇതെന്താ? എന്ത് സെൽസ്? ഗ്രാനുലോസ സെൽസ്. ഇത് പുറത്തു പോയാൽ ബാക്കി വരുന്ന ഗ്രാനുലോസ സെൽസ് ഇല്ലേ, ഇത് ഡീജനറേറ്റ് ചെയ്യും, നശിക്കും. ഇത് ഡീജനറേറ്റ് ചെയ്ത് മറ്റൊരു സ്ട്രക്ചർ ആയിട്ട് മാറും. ഡീജനറേറ്റ് ചെയ്ത് പുതിയ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. അതിന്റെ പേര് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം. ഓവുലേഷൻ നടന്ന് സെക്കൻഡറി ഊസൈറ്റ് പുറത്ത് ചാടിയാൽ ബാക്കി വരുന്ന റെമിനൻസ് ഡീജനറേറ്റ് ചെയ്ത് പുതിയ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. അതിന്റെ പേര് കോർപ്പസ് ലൂട്ടിയം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ഓവുലേഷൻ നടക്കുന്നത് 14ാം ദിവസമല്ലേ? ഓവുലേഷൻ നടക്കുന്ന 14ാം ദിവസമല്ലേ? 14ാം ദിവസം ഓവുലേഷൻ കഴിഞ്ഞാൽ ബാക്കി ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റെമിനൻസ് ഡീജനറേറ്റ് ചെയ്ത് മറ്റൊരു സ്ട്രക്ചർ ആയിട്ട് മാറും. പേര് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം. റെഡി? 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 കോർപ്പസ് ലൂട്ടിയം ഒരു ഹോർമോണിനെ ഉണ്ടാക്കും. പേര് പ്രൊജസ്റ്റിറോൺ.
കോർപ്പസ് ലൂട്ടിയം ഒരു ഹോർമോൺ ഉണ്ടാക്കും, പേര് പ്രൊജസ്റ്റിറോൺ. കോർപ്പസ് ലൂട്ടിയം ഒരു ഹോർമോൺ ഉണ്ടാക്കും, പേര് പ്രൊജസ്റ്റിറോൺ. കോർപ്പസ് ലൂട്ടിയം ഒരു ഹോർമോൺ ഉണ്ടാക്കും, പേര് പ്രൊജസ്റ്റിറോൺ. റെഡിയാണോ? 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 അടുത്ത് പറയട്ടോ. റെഡി? ബേബിയെ സ്വീകരിക്കാൻ ഒരാള് സജ്ജമായിട്ടിരിപ്പുണ്ട്. ആര്? 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 എൻഡോമെട്രിയം അല്ലേ? ഇപ്പൊ ഒരു ഹോർമോൺ ഉണ്ടായില്ലേ, പേരെന്താ? ഈ പ്രൊജസ്റ്റിറോൺ നോക്കിയോണേ. പ്രൊജസ്റ്റിറോൺ നേരെ ചെന്ന് എൻഡോമെട്രിയത്തിന് അഡീഷണൽ സപ്പോർട്ട് കൊടുക്കും. പ്രൊജസ്റ്റിറോൺ നേരെ ചെന്ന് എൻഡോമെട്രിയത്തിന് അഡീഷണൽ സപ്പോർട്ട് കൊടുക്കും. എന്താ ഈ സപ്പോർട്ട്? ഇത് പൊട്ടിപ്പോവരുത്. എൻഡോമെട്രിയത്തിന് പൊട്ടിപ്പോകാനുള്ള ഒരു കഴിവുണ്ടല്ലോ. ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കും. ആര്? പ്രൊജസ്റ്റിറോൺ. പ്രൊജസ്റ്റിറോൺ എവിടെ ആക്ട് ചെയ്യും? എൻഡോമെട്രിയത്തിൽ വന്ന് ആക്ട് ചെയ്യും. പറഞ്ഞ മനസ്സിലായി? എന്തിനാ ഈ സപ്പോർട്ട് കൊടുക്കുന്നത്? എന്തിനാ ഈ സപ്പോർട്ട് കൊടുക്കുന്നത്? അതിലൂടെ ആരെ സ്വീകരിക്കാൻ? ബേബിയെ സ്വീകരിക്കാൻ. എൻഡോമെട്രിയമാണ് ബേബിയെ സ്വീകരിക്കുന്നത്. അതിനു വേണ്ടി ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഹോർമോണാണ് ആര്? പ്രൊജസ്റ്റിറോൺ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ, നിങ്ങളുടെ ഈ ഗേൾസ് നിങ്ങളുടെ ബോഡിക്കകത്തും ഇപ്പൊ ഇതേപോലെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? 14-ാം ദിവസം ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഉടനെ എന്ത് ഫോം ചെയ്യും? അടുത്ത ദിവസം ആവുമ്പോ എന്ത് ഫോം ചെയ്യും? കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യും. താങ്ങി നിർത്തുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായ? പറഞ്ഞ മനസ്സിലായ? ഇതാ നോക്കിയേ, ഇതാ ഇങ്ങോട്ട് പോയില്ലേ ഒരാള്? ആര്? ആര്? സെക്കൻഡറി ഊസൈറ്റ് പോയില്ലേ? 24 മണിക്കൂർ ഓക്കെ ഓക്കെ. ഇങ്ങോട്ട് നോക്കിയേ, ഒരാളെ പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലേ? എങ്ങോട്ട് പറഞ്ഞു വിട്ടേ? എങ്ങോട്ട് പറഞ്ഞു വിട്ടേ? എങ്ങോട്ട് പറഞ്ഞു വിട്ടു? ഫെലോപ്പിയൻ ട്യൂബിനകത്ത് അല്ലേ? ഈ പറഞ്ഞു വിട്ട ആള് എത്ര ദിവസത്തെ ആയുസേ ഉള്ളൂ? ഒറ്റ ദിവസം. ഓക്കെ. ഈ ഒരു ദിവസം കൊണ്ട് സ്പേമിനെ കണ്ടില്ല എന്ന് വിചാരിക്കുക. സ്പേമിനെ കണ്ടില്ല എന്ന് വിചാരിക്കുക. സ്പേമിനെ കണ്ടില്ല എന്ന് വിചാരിക്കുക. ഒരു ദിവസം കഴിഞ്ഞ് നശിക്കൂലേ? ഒരു ദിവസം ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇങ്ങോട്ട് ഒരാളെ പറഞ്ഞു വിട്ടില്ലേ? ഈ ഒരാൾ പെൺകുട്ടിയുടെ ബോഡിക്ക് അത് എത്ര ദിവസം നിൽക്കും? ഒരു ദിവസം. ഇപ്പൊ നിങ്ങളുടെ ബോഡിയിൽ ഒരു ദിവസം നിൽക്കുകയാണ്. ഓക്കെ, ശരിയല്ലേ? ഇത് ഒരു സ്പേമിനെ കണ്ടുമുട്ടിയില്ല എന്ന് വിചാരിക്കുക. അല്ലേ? സ്പേമിനെ കണ്ടുമുട്ടിയില്ല എന്ന് വിചാരിക്കുക. അത് ഡെഡ് ആവൂലേ? ഡെഡായി കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ താങ്ങി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? പറഞ്ഞയച്ച ഓവം, അതായത് പറഞ്ഞയച്ച സെക്കൻഡറി ഊസൈറ്റ് സ്പേമിനെ മീറ്റ് ചെയ്യാതെ ഒരു ദിവസം കഴിഞ്ഞ് ഡെഡായാൽ ഉടനെ ഈ നിൽക്കുന്ന കോർപ്പസ് ലൂട്ടിയം ഇല്ലേ, ഇത് ഡീജനറേറ്റ് ചെയ്ത് മറ്റൊരു സ്ട്രക്ചർ ആയിട്ട് മാറും. പേര് കോർപ്പസ് ആൽബിക്കൻസ്. കൺഫ്യൂഷൻ ആയാൽ പറയണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് അറിഞ്ഞ് പഠിക്കണം. ഇതിനകത്ത് കുറെ കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളുണ്ട്. അത് വരാതിരിക്കാനാണ് ഈ 1 by 1 ആയിട്ട് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? 14-ാം ദിവസം ആര് പുറത്തു ചാടി? പോരട്ടെ. സെക്കൻഡറി ഊസൈറ്റ് പുറത്തു ചാടിയില്ലേ? സെക്കൻഡറി ഊസൈറ്റ് എങ്ങോട്ട് കയറി? പറ, എന്റെ കൂടെ പറ. ഫെലോപ്പിയൻ ട്യൂബിനകത്ത് കയറിയില്ലേ? ഉടനെ ഇവിടെ എന്ത് മാറ്റം സംഭവിച്ചു? ബാക്കി റെമിനൻസ് എന്തായിട്ട് മാറി?
ഡീജനറേറ്റ് ചെയ്ത് കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറിയില്ലേ? ഉടൻ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും? എന്തിനാ പ്രൊജസ്ട്രോണെ ഉണ്ടാക്കിയത്? എൻഡോമെട്രിയത്തിന് സപ്പോർട്ട് കൊടുക്കാൻ അല്ലേ? എന്തിനാ ഈ സപ്പോർട്ട് കൊടുക്കുന്നത്? ഈ പറഞ്ഞു വിട്ട ആള് ചിലപ്പോ സൈഗോട്ടായിട്ട് മാറിയാൽ അതിനെ സ്വീകരിക്കണ്ടേ? പറഞ്ഞു വിട്ട ആള് സൈഗോട്ടായിട്ട് മാറിയാൽ സ്വീകരിക്കണ്ടേ? അതിനു വേണ്ടി സപ്പോർട്ട് കൊടുത്ത് നിൽക്കുകയാണ്. ഓക്കെ, 24 hours കഴിഞ്ഞു. 24 hours കഴിഞ്ഞു. ഓക്കെ, ആര് ഡെഡ് ആവും? ഓവം, സെക്കൻഡറി oocyte ഡെഡ് ആയി അല്ലേ? ഇനി ഇത് നിന്നിട്ട് കാര്യമുണ്ടോ? ഇതെന്തായിട്ട് മാറും? കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറും. കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറുമ്പോ ഏത് ഹോർമോണിന്റെ അളവ് കുറയും? പ്രൊജസ്ട്രോണിന്റെ അളവ് പോരട്ടെ, പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയും. അപ്പോ ഈ സപ്പോർട്ട് എൻഡോമെട്രിയത്തിൽ കിട്ടിയ സപ്പോർട്ട് കുറയൂലേ? എൻഡോമെട്രിയത്തിൽ കിട്ടിയ സപ്പോർട്ട് കുറയൂലേ? ഉടനെ ആര് പൊട്ടും? എൻഡോമെട്രിയം പൊട്ടി വീണ്ടും ഇത് തുടങ്ങും. ഇതാണ് സെക്രീറ്ററി ഫേസ്. ഞാൻ പറഞ്ഞ മനസ്സിലായ? കോർപ്പസ് ലൂട്ടിയം ഉണ്ടായില്ലേ? ആ ഫേസിനെ പറയുന്ന പേരാണ് സെക്രീറ്ററി ഫേസ്. ഇത് മുതൽ ഇതുവരെ 15 തൊട്ട് 28, 29 ഡേയ്സ് വരെ ഉള്ളതാണ് സെക്രീറ്ററി ഫേസ്. 14ാം ദിവസം ഉള്ളത് ഓവുലേഷൻ. കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷനായി? അവസാനത്തെ കൺഫ്യൂഷനായി അല്ലേ? അതല്ലേ ഇപ്പൊ പറയാം, ഞാനത് മാറ്റിത്തരാം. കോർപ്പസ് ആൽബിക്കൻസ്. ഓക്കെ, ഒന്നുകൂടെ നിങ്ങളൊരു കഥ പോലെ സങ്കല്പിക്കുക. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം മെൻസ്ട്രുവൽ സൈക്കിൾ എത്ര ദിവസമുണ്ട്? ടോട്ടൽ മെൻസ്ട്രുവൽ സൈക്കിൾ 28, 29 ഡേയ്സ്. ഓക്കെ, എത്ര സ്റ്റേജസ് ഉണ്ട്? ഏതൊക്കെയാണ്? മെൻസ്ട്രുവൽ ഫേസ്, proliferative or follicular phase, ovulation, secretory or luteal phase. തുടങ്ങാം. മെൻസ്ട്രുവൽ ഫേസ് പെട്ടെന്ന് പറഞ്ഞേ. എന്താ ഈ സംഭവം? ബ്ലീഡിങ്. മെൻസ്ട്രുവൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലീഡിങ് അല്ലേ? എങ്ങനെയാ ബ്ലീഡിങ് വരുന്നത്? യൂട്രസിന്റെ എൻഡോമെട്രിയം റപ്ചറായി ബ്ലഡ് വരും. ഈ ബ്ലഡ് ഏത് വഴിക്ക് പുറത്തു പോകും? വജൈന വഴി പുറത്തു പോകും. എത്ര ദിവസം വരെ ബ്ലീഡിങ് കാണാം? 5 ദിവസം. സംശയമുണ്ടോ? സംശയമില്ലല്ലോ. അടുത്ത ഫേസിന് 2 പേരുണ്ട്. ഏതൊക്കെ? പ്രോലിഫറേറ്റീവ് ഫേസും ഫോളിക്കുലാർ ഫേസ്. പ്രോലിഫറേറ്റീവ് ഫേസ് ആരെ റെപ്രസെന്റ് ചെയ്യുന്ന? യൂട്രസ്. ഫോളിക്കുലാർ ഫേസ് ആരെ റെപ്രസെന്റ് ചെയ്യുന്ന? ഓവറി. പ്രോലിഫറേറ്റീവ് ഫേസിൽ എന്താ സംഭവിക്കുന്നത്? പറഞ്ഞേ. പൊട്ടിപ്പോയ എൻഡോമെട്രിയം പഴയ പോലെയാവും. ഓക്കെ, എന്തിനാ പഴയ പോലെ ആയ? ബേബിയെ സ്വീകരിക്കാൻ അല്ലേ? ഇതേ സമയത്ത് ഓവറിയിൽ എന്താ നടക്കുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചുറായി. അതായത് 13ാം ദിവസം കൊണ്ട് 2 കാര്യം നടക്കും. ഒന്ന്, ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചുറാകും, എൻഡോമെട്രിയം പഴയ പോലെ ആവും. ഓക്കെ, 14ാം ദിവസം പറ. ഗ്രാഫിയൻ ഫോളിക്കിൾ ആരെ പുറത്തെറിയും? സെക്കൻഡറി oocyte പുറത്തെറിയും അല്ലേ? എന്നിട്ട് ബാക്കി വരുന്ന ആൾക്കാര് ഗ്രാനുലോസ സെൽസ് ഡീജനറേറ്റ് ചെയ്ത് കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. ദിസ് ഈസ് കോൾഡ് സെക്രീറ്ററി ഫേസ് ഓർ ലൂട്ടിയൽ ഫേസ്. ഇത് പുറത്ത് ചാടിയാൽ ഓവുലേഷൻ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളതെല്ലാം ഏതാണ്? 15ാം തീയതി തൊട്ട് ബാക്കിയുള്ള ഫുൾ എന്ത് ഫേസാണ്? സെക്രീറ്ററി ഫേസാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ചാടുന്നത് മാത്രമേ ഉള്ളൂ എന്ത്? ഓവുലേഷൻ. ഒറ്റ ദിവസം. 14ാം ദിവസം മാത്രമേ ഉള്ളൂ എന്ത്? ഓവുലേഷൻ. ഒറ്റ ദിവസം. 15ാം തീയതി തൊട്ട് ബാക്കി അങ്ങോട്ടുള്ളതെല്ലാം ഏത് ഫേസാണ്?
സെക്രീറ്ററി ഓർ ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെല്ലാം ലൂട്ടിയൽ ഫേസ് ആണ്. അപ്പോ പറഞ്ഞേ ലൂട്ടിയൽ ഫേസിൽ ആദ്യം എന്താ സംഭവിക്കുന്നത്? പോരട്ടെ. ഗ്രാനുലോസ സെൽസ് ഡീജനറേറ്റ് ചെയ്ത് കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. കോർപ്പസ് ലൂട്ടിയം എന്ത് റിലീസ് ചെയ്യും? പ്രൊജസ്റ്റിറോൺ. ഈ പ്രൊജസ്റ്റിറോൺ എന്ന ഹോർമോൺ എവിടെ വരും? എൻഡോമെട്രിയത്തിന് വന്ന് സപ്പോർട്ട് കൊടുക്കും. കാരണം എന്താ? ബേബിയെ സ്വീകരിക്കണ്ടേ? ആരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്? അല്ലേ അല്ലേ? ഇത് ഇനിയാണ് സംശയം അല്ലേ? ഈ പറഞ്ഞു വിട്ട സെക്കൻഡറി യൂസർ. ഇപ്പോ ആലോചിക്കുക, മാരീഡ് ആയിട്ടുള്ള കപ്പിള്, മാരീഡ് ആയിട്ടുള്ള ഒരു ഗേള്, നിങ്ങളുടെ ഏജ് അല്ലേ, അൺമാരീഡ് ആണ്. മാരേജ് കഴിഞ്ഞ കപ്പിൾസ് ആണെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷൽ കോണ്ടാക്റ്റിൽ പങ്കെടുക്കുന്നവരായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും സ്പേമുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ ഇല്ലേ? ഇപ്പൊ നിങ്ങളുടെ കാര്യം നോക്കിയേ, സ്പേമുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല ഇപ്പോ, അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച്, നിങ്ങളുടെ ബോഡിയിൽ പുറത്തു വരുന്ന സെക്കൻഡറി യൂസൈറ്റ് ഒരു ദിവസം കഴിഞ്ഞ് ഡീജനറേറ്റ് ചെയ്ത് പോകും. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ചേ, ഡീജനറേറ്റ് ചെയ്ത് പോകത്തില്ലേ? അല്ലേ? ഓവൻ ഡെഡായി കഴിഞ്ഞാൽ പിന്നെ ഉടനെ എന്ത് സംഭവിക്കും? പോരട്ടെ. കോർപ്പസ് ലൂട്ടിയം, നിങ്ങളുടെ കാര്യം ആലോചിക്കുക. കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോയി കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറും. അപ്പൊ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ അളവ് കുറയും? പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയൂലേ? പ്രൊജസ്ട്രോണിന്റെ അളവ് കുറഞ്ഞാൽ എൻഡോമെട്രിയത്തിലുള്ള സപ്പോർട്ട് കുറയൂലേ? സപ്പോർട്ട് കുറഞ്ഞ് ആര് പൊട്ടും? എൻഡോമെട്രിയം പൊട്ടും. വീണ്ടും എന്ത് തുടങ്ങി? മെൻസ്ട്രുവൽ സൈക്കിൾ. അതായത് നോക്കിയേ, 28-29 ദിവസം അടുക്കുമ്പോഴേ, 28-29 ദിവസം അടുക്കുമ്പോ നിങ്ങളുടെ ബോഡിയിൽ ഇപ്പം 28-29 ദിവസം അടുക്കുമ്പോ മറ്റ് പ്രൊജസ്ട്രോൺ എന്തിലാവും? തീരെ ലോ ആവും. ശരിയല്ലേ? തീരെ ലോ ആയി അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ കൺഫ്യൂഷൻ മാറിയോ? ഇനി നിങ്ങൾ സങ്കല്പിച്ചേ, നിങ്ങൾ ശ്രദ്ധിച്ചേക്കോട്ട് നോക്കിയേ, ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്ന കപ്പിൾസ് നോക്കിയേ, ഈ പോയ സെക്കൻഡറി യൂസൈറ്റ് സ്പേമുമായിട്ട് മീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. മാരേജ് കഴിഞ്ഞൊരു പെൺകുട്ടി, ഓക്കെ, അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്ന കപ്പിൾസ് സ്പേമുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലേ? ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോണേ. ഇത് മാരേജ് കഴിഞ്ഞ കപ്പിൾസിന്റെ കാര്യമാണ് പറയുന്നത്. ഈ വരുന്ന സ്പേം ഏത് വഴിക്ക്? വജൈന വഴി. സ്പേം എവിടെ കൂടെ സഞ്ചരിക്കുന്നത്? വജൈന, മുകളിലടുത്ത് സെർവിക്സ്, യൂട്രസ്, നേരെ ഇസ്തുമസ് വഴി ആംബുലയിലെത്തും. ആരെത്തും? സ്പേം. മാരേജ് കഴിഞ്ഞവരുടെ കാര്യം പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്പേമും ഓവവും തമ്മില് കണ്ടുമുട്ടുന്നത് ശരിക്കും ഇതേത് പാർട്ട്? ആംബുല. ഇതേത് പാർട്ട്? ഇസ്തുമസ്. രണ്ടും കൂടെ ചേരുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ, അതിനൊരു പേര് പറയും ആംബുലറി ഇസ്തുമിക് ജംഗ്ഷൻ. ആംബുലറി ഇസ്തുമിക് ജംഗ്ഷൻ. ആംബുല തീരുന്ന സ്ഥലം, ഇസ്തുമസ് തുടങ്ങുന്ന സ്ഥലം. ഈ ജംഗ്ഷനിൽ വെച്ച് ഒരു ഓവവും സ്പേമും തമ്മിൽ മീറ്റ് ചെയ്യും. അവിടെ വെച്ച് ഈ സ്പേമും ഓവവും കൂടെ ചേർന്ന് സൈഗോട്ടായിട്ട് മാറും. മാരീഡ് കപ്പിൾസിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മാരീഡ് കപ്പിൾസ് എന്ന് പറയുമ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റിൽ പങ്കെടുക്കുന്നവരല്ലേ? അപ്പോ ഇവര് ആരുമായിട്ട് മീറ്റ് ചെയ്യും? സ്പേമുമായിട്ട് മീറ്റ് ചെയ്യും. എവിടെ വെച്ച്? ഫലോപ്പിയൻ ട്യൂബിന്റെ ആംബുലറി ഇസ്തുമ. കാരണം ഈ സ്പേം ഏത് വഴിക്ക് മൂവ് ചെയ്യും? വജൈന, സെർവിക്സ്, യൂട്രസും കടന്ന് എവിടെ എത്തും? ഫലോപ്പിയൻ ട്യൂബിന്റെ ആംബുലറി ഇസ്തുമിക് ജംഗ്ഷനിലെത്തും. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ മെഡിക്കൽ ടെക്സ്റ്റ് അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് സ്പേമും ഓവവും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ആംബുലറി ഇസ്തുമിക് ജംഗ്ഷനിലാണ്. പക്ഷെ നിങ്ങളുടെ NCERT പറഞ്ഞിരിക്കുന്നത് ആംബുലയാണ്. സോ നിങ്ങളുടെ NCERT പ്രകാരം എഴുതുക. രണ്ടെഴുതിയാലും കറക്റ്റ് തന്നെ. ചില പെൺകുട്ടികളിൽ അത് ജംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്യാറുണ്ട്, ചിലതിൽ ആംബുലയിൽ വെച്ച് മീറ്റ് ചെയ്യാറുണ്ട്. രണ്ടായാലും തെറ്റൊന്നുമില്ല. ഓക്കെ, എന്തായാലും സ്പേമും ഓവവും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ജംഗ്ഷൻ ഏതാ? ആംബുലറി ഇസ്തുമിക് ജംഗ്ഷൻ. ഓക്കെ, അങ്ങനെ രണ്ടും കൂടെ ചേർന്ന് എന്തായിട്ട് മാറും? സൈഗോട്ട് അല്ലേ? സൈഗോട്ട് നേരെ എവിടെ വരും?
എൻഡോമെട്രിയത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യും. എൻഡോമെട്രിയത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ആര് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്? പ്രൊജസ്റ്ററോൺ. പറഞ്ഞ മനസ്സിലായോ? ഒന്ന് ആലോചിക്കേണ്ടത്, പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ബേബി എൻഡോമെട്രിയത്തിൽ വന്ന് അറ്റാച്ച് ചെയ്തെന്നല്ലേ? അല്ലേ? ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ബേബി എൻഡോമെട്രിയത്തിൽ വന്ന് അറ്റാച്ച് ചെയ്തു എന്നല്ലേ? പിന്നെ ഇത് പൊട്ടോ? ഇനി ഇത് പൊട്ടോ? പൊട്ടൂല. അതായത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ല. ഡെലിവറി കഴിയണവരെ എന്തില്ല? മെൻസ്ട്രുവൽ സൈക്കിളില്ല. മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കണമെങ്കിൽ ഇത് പൊട്ടണ്ടേ? അപ്പോ പ്രഗ്നന്റ് ആയാൽ അർത്ഥം എന്താ? ബേബി എവിടെ വന്ന് അറ്റാച്ച് ചെയ്തു? എൻഡോമെട്രിയത്തിൽ വന്ന് അറ്റാച്ച് ചെയ്തെന്നല്ലേ? അപ്പൊ പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ എൻഡോമെട്രിയം പൊട്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ല. പറഞ്ഞ മനസ്സിലായ? പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ മെൻസ്ട്രുവൽ സൈക്കിള് ഇല്ല. കംപ്ലീറ്റ് മെൻസ്ട്രുവൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും ഉണ്ടോ സംശയം? ചോദിച്ചു. ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചു. ഏതെങ്കിലും മനസ്സിലാകാത്തതായിട്ടോ കൺഫ്യൂഷൻ ആയതോ ഏതെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. വേണോ? പറ. ചോദിച്ചോ. സെക്രട്ടറി ഫേസ് ഓർ ലൂട്ടിയൽ ഫേസ് കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? പറയണോ? റിപ്പീറ്റ് ചെയ്യണോ? ഇനി പറഞ്ഞു. നടന്നു കഴിഞ്ഞാൽ, അതായത് പ്രഗ്നൻസി ആയാൽ ഓക്കെ. അതായത് പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം ഒരു കാരണവശാലും നശിക്കില്ല. കാരണം എന്താ? പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആര് വേണം? ഏത് ഹോർമോൺ വേണം? പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ബോഡിയിൽ ഏറ്റവും ആവശ്യമുള്ള ഹോർമോൺ ആരാ? പ്രൊജസ്റ്ററോൺ. കാരണം പ്രൊജസ്റ്ററോൺ ആണ് ആർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്? എൻഡോമെട്രിയത്തിന് സപ്പോർട്ട്. അപ്പൊ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം നശിക്കുമോ? ഇല്ല. നശിച്ചു പോയാൽ എന്ത് ചെയ്യും? ഈ കുട്ടി എന്ത് ചെയ്യും? ഇളകിപ്പോവും, അബോർഷനാവും. പറഞ്ഞ ഈ നമ്മുടെ ഈ മെഡിക്കൽ ഇതില് ഈ ചില പെൺകുട്ടികൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യൂട്രസിന് കട്ടിയില്ല, പ്രഗ്നന്റ് ആകുന്നു, ഓടെ അബോർഷൻ ആകുന്നു, പ്രഗ്നന്റ് ആകുന്നു, അബോർഷൻ ആകുന്നു, കുട്ടി വന്ന് അറ്റാച്ച് ചെയ്യുന്നു, ഇളകിപ്പോകുന്നു. ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സംഭവം കാരണം മിക്ക പെൺകുട്ടികളിലും പ്രഗ്നന്റ് ആകുന്ന ടൈമിൽ പ്രൊജസ്റ്ററോണിന്റെ അളവ് കുറയും. ഈ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തു പോകും. അങ്ങനെ വരുമ്പോ എന്ത് കാണത്തില്ല? പ്രൊജസ്റ്ററോൺ കാണത്തില്ല. അപ്പൊ എന്ത് കുറയും? സപ്പോർട്ട് കുറയൂലേ? സപ്പോർട്ട് കുറഞ്ഞ് ഈ കുട്ടി ഇളകിപ്പോവും. അങ്ങനെയാണ് ഈ യൂട്രസിന് കട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനെ വരുമ്പോ ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യും. പ്രൊജസ്റ്ററോണിന്റെ അളവ് കുറവാണെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്ത് എന്ത് ചെയ്യും? ഈ സപ്പോർട്ട് കൊടുക്കും, എൻഡോമെട്രിയത്തിന് സപ്പോർട്ട് കൊടുക്കും. ഇല്ലെങ്കിൽ ഇളകിപ്പോവും. പറഞ്ഞ മനസ്സിലായോ? പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ബോഡിയിൽ ഏറ്റവും ആവശ്യമുള്ള ഹോർമോൺ ആരാണ്? പ്രൊജസ്റ്ററോൺ. കാരണം അതാണ് എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട്, എൻഡോമെട്രിയത്തിനെ താങ്ങി നിർത്തുന്ന ഹോർമോൺ ആണത്. പറഞ്ഞ മനസ്സിലായോ? പിടികിട്ടിയോ? ഇനിയുണ്ടോ? നല്ല ചോദ്യം. ഇനിയുണ്ടോ? സംശയം ഉണ്ടോ? ഇനി പറയണോ? ഏതെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോ. ചോദിച്ചോ. സെക്രട്ടറി ഫേസ് ഒന്നുകൂടെ. സെക്രട്ടറി ഫേസ് ഇത്രയേ ഉള്ളൂ.
എന്താ ഓവുലേഷൻ? 14 ദിവസം. ഓവുലേഷൻ എന്താ? ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചുർ ആയതിനു ശേഷം സെക്കൻഡറി ഊസൈറ്റ് പുറത്തോട്ട് കളയും. അത്രേ ഉള്ളൂ ഓവുലേഷൻ. 14 ദിവസം മാത്രം. ഓക്കെ, പുറത്ത് ചാടിക്കഴിഞ്ഞാൽ ബാക്കി ഇനി സംഭവിക്കുന്നതെല്ലാം എന്താ? സെക്രീറ്ററി ഓർ ലൂട്ടിയൽ ഫേസ് ആണ്. എന്ത് സംഭവിക്കും? പോരട്ടെ, ഗ്രാനുലോസ സെൽസ് ഡീജനറേറ്റ് ചെയ്ത് കോർപ്പസ് ലൂട്ടിയായിട്ട് മാറും. ഈ ഫേസ് ആണ് സെക്രീറ്ററി ഓർ ലൂട്ടിയൽ ഫേസ്. ഇനി ബാക്കി കാര്യങ്ങൾ പറയുക. അതായത് 15-ാം തീയതി തൊട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ ഫേസും, എല്ലാ ദിവസവും പറഞ്ഞു മനസ്സിലായോ? ഓവുലേഷൻ കഴിഞ്ഞ് 15 തൊട്ട് 28, 29 ദിവസം വരെ ഉള്ളത് കംപ്ലീറ്റ് എന്ത് ഫേസ് ആണ്? സെക്രീറ്ററി ഓർ ലൂട്ടിയൽ ഫേസ് ആണ്. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാ? ആദ്യം പോരട്ടെ, ഗ്രാനുലോസ സെൽസ് ഡീജനറേറ്റ് ചെയ്ത് കോർപ്പസ് ലൂട്ടിയായിട്ട് മാറും. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്റ്റിറോണിനെ ഉണ്ടാക്കും. പ്രൊജസ്റ്റിറോണ് എൻഡോമെട്രിയത്തിന് സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ, പ്രഗ്നന്റ് ആയില്ലെങ്കിൽ സെക്കൻഡറി ഊസൈറ്റ് ഡെഡ് ആവും, അല്ലേ? ഇവിടെ കോർപ്പസ് ഇനി നിന്നിട്ട് കാര്യമുണ്ടോ? കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറും. കോർപ്പസ് ലൂട്ടിയം പോയില്ലേ, അപ്പൊ ആരുടെ അളവ് കുറയും? പ്രൊജസ്ട്രോൺ ഇങ്ങനെ കുറഞ്ഞു വന്ന് ലാസ്റ്റ് 0 ലെവലാവും. 0 ലെവലാവുമ്പോ എത്രാമത്തെ ദിവസമായി? 28, 29 ഉടനെ ആര് പൊട്ടും? എൻഡോമെട്രിയം പൊട്ടും. വീണ്ടും ഒന്നേ തുടങ്ങും. ഇതാണിപ്പം ഇവരുടെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇനി പ്രഗ്നന്റ് ആയാലോ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ആവൂല, അത് അങ്ങനെ തന്നെ നിൽക്കും. അത് ആരെ റിലീസ് ചെയ്യും? പ്രൊജസ്റ്റിറോൺ. അത് വേണം. ആർക്ക് വേണം? എൻഡോമെട്രിയത്തിന് വേണം. എന്തിനാ? സപ്പോർട്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ കുട്ടികളായി പോവും. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞു പിടികിട്ടിയ? ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, പ്രഗ്നൻസി ആയില്ലേൽ കോർപ്പസ് ലൂട്ടിയത്തിന് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞിരിക്കണം. പ്രഗ്നന്റ് ആയാൽ കോർപ്പസ് ലൂട്ടിയത്തിന് എന്ത് സംഭവിക്കുന്നു അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പിടികിട്ടിയ? ഒരു വ്യക്തമായ ക്ലാരിറ്റി കിട്ടിയോ? ഇനിയുണ്ടോ? ചോദിച്ചോ. അത് ക്ലിയർ ചെയ്ത് അങ്ങ് വെക്കോ. ചോദിച്ചോ. ഓക്കെ, സെക്കൻഡറി ഊസൈറ്റ് ഡീജനറേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? നല്ല ചോദ്യം. അത് പറഞ്ഞുതരാം. സെക്കൻഡറി ഊസൈറ്റ് ഒരു ദിവസം കഴിഞ്ഞ് ഡെഡ് ആവുമല്ലോ. ഇത് അടുത്ത ബ്ലീഡിങ് നടക്കൂലേ? അടുത്ത മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ബ്ലീഡിങ് നടക്കൂലേ? എൻഡോമെട്രിയം പൊട്ടിപ്പോകൂലേ? അതിന്റെ കൂടെ സെക്കൻഡറി ഊസൈറ്റും പുറത്തു. പറഞ്ഞ മനസ്സിലായി? അതിന്റെ കൂടെ സെക്കൻഡറി ഊസൈറ്റും പുറത്തു. ഇനിയുണ്ടോ? ചോദിച്ചോ. ചോദിച്ചോടാ. ഫുൾ ക്ലിയർ ചെയ്ത് വെക്കോ. ചോദിച്ചോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോണം കൺസെപ്റ്റ്. ഓക്കെ ആണോ? അടുത്തതിലോട്ട് പോട്ടോ. റെഡി? ഉണ്ടോ? ചോദിച്ചോ. ചോദിക്കും പിള്ളേരെ. ചോദിക്ക്. ഒന്നുമില്ല ചോദിക്കേ. ഉണ്ടോടാ? ഇനിയുണ്ടോ? സംശയം ഉണ്ടോ? അടുത്തതിലോട്ട് പോവാം. റെഡി? ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനിയുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് തന്നെ എന്നെ പറഞ്ഞ് കേൾപ്പിക്കാൻ പറ്റും. മായ്ക്കാമല്ലോ. ഓക്കെ, ഓക്കെ, റെഡി?
ഓക്കെ, ശരി, പറയട്ടോ, അടുത്ത് പറയട്ടോ. ഡേ നോക്കിയോ, നോക്കിയോ, ഇങ്ങോട്ട് 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 തുടങ്ങാം. ഇനി പറയാൻ പോകുന്ന കാര്യം മാരേജ് കപ്പിൾസിന്റെയാണ്. ഓക്കെ, നോക്കിയോ, സെക്ഷൽ കോണ്ടാക്റ്റിൽ പങ്കെടുക്കുന്ന ടൈം ഇതാ. വജൈന വഴി ആര് പുറത്തോട്ട് വരും, ആരകത്തോട്ട് വരും? സ്പേം. എത്ര സ്പേം? 300 മില്യൺ സ്പേം. എത്ര സ്പേം? 300 മില്യൺ സ്പേം. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? ഒരൊറ്റ സെക്കൻഡറി ഊസൈറ്റിന് വേണ്ടി. ആർക്ക് വേണ്ടി? ഒരൊറ്റ സെക്കൻഡറി ഊസൈറ്റിന് വേണ്ടി. ഇനി ഞാനൊരു കാര്യം ചെയ്യട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്. ഇതിപ്പോ ഏത് സ്റ്റേജ്? ഇതിപ്പോ ആരാ? സെക്കൻഡറി ഊസൈറ്റ്. അത് ഏത് സ്റ്റേജിൽ ഓഫ് ആയിരിക്കുകയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു നിർത്തിയതാണ്. മിയോസിസ് സെക്കൻഡിലെ, ഓർമ്മയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ഇത്? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അതോ മറന്ന? ഇത് ഏത് രൂപത്തില്? ഏത് രൂപത്തില്? സെക്കൻഡറി ഊസൈറ്റ്. ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഈ ഡിവിഷൻ എപ്പോഴാ കംപ്ലീറ്റ് ആവുന്നേ? എപ്പോഴാ കംപ്ലീറ്റ് ആവുന്നേ? എന്നാണോ ഇത്? പറ. എന്നാണോ സെക്കൻഡറി ഊസൈറ്റ് സ്പേമിനെ മീറ്റ് ചെയ്യുന്നത്, അന്ന് സ്വിച്ച് ഓഫ് ആയ മിയോസിസ് സെക്കൻഡ് മെറ്റാഫേസ് 2 ഇല്ലേ, അത് റീസ്റ്റാർട്ട് ചെയ്തു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലോ. ശരി, നോക്കിയേ. ആര് വരുന്നു? ആര് വരുന്നു? സ്പേം. ഓക്കെ, സ്പേം നേരെ യൂട്രസും കടന്ന് എവിടെ എത്തി? എവിടെ എത്തി? എവിടെ എത്തി? ആംപുലറി ഇസ്തമിക് ജംഗ്ഷൻ. സ്പേം എവിടെ എത്തി? സ്പേം എവിടെ എത്തി? ആംപുലറി ഇസ്തമിക് ജംഗ്ഷൻ. ഈ സ്പേം ആരുമായിട്ട് ചേരും? ഈ സ്പേം ആരുമായിട്ട് ചേരും? ഓവോ ആയിട്ട് ചേർന്ന് എന്തായിട്ട് മാറും? സൈഗോട്ടായിട്ട് മാറും. അതാണ് ഫെർട്ടിലൈസേഷൻ. എന്താ ഫെർട്ടിലൈസേഷൻ? ഫ്യൂഷൻ. സ്പേമും ഓവവും തമ്മിൽ ചേരുന്ന ഫ്യൂഷനെ പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതാരാ? സ്പേം. സ്പേമിന്റെ ഹെഡില് ഇതാരാ? അക്രോസോം അല്ലെ? അക്രോസോമിനകത്ത് 2 ഹോർമോൺസ് ഉണ്ട്. ആരൊക്കെ? അക്രോസിൻ, ഹയാലുറോനിഡൈസ്. ഓർമ്മയുണ്ടോ? അക്രോസിനും ഹയാലുറോനിഡൈസ്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? നോക്കിയേ. സ്പേം, പറ. സ്പേം, ഇതാരാ? ഇതാരാ? ആരാ? സെക്കൻഡറി ഊസൈറ്റിന്റെ അടുത്തത്. സ്പേം എവിടെ എത്തും? സെക്കൻഡറി ഊസൈറ്റിന്റെ അടുത്തത്. ഉടനെ എന്ത് സംഭവിക്കും? പറഞ്ഞേ. നോക്കിയേ. സ്പേം സെക്കൻഡറി ഊസൈറ്റിന്റെ അടുത്തെത്തും അല്ലേ? എത്തിയ ഉടനെ നോക്കിയേ, സ്പേമിന്റെ മെംബ്രെയിൻ പൊട്ടും. സ്പേമിന്റെ മെംബ്രെയിൻ പൊട്ടും. പറഞ്ഞേ, എപ്പോഴാണ് ഒരു സ്പേം ഓവത്തിന്റെ അടുത്തെത്തുന്നത്, സെക്കൻഡറി ഊസൈറ്റിന്റെ അടുത്തെത്തുന്ന ഉടനെ എന്ത് സംഭവിക്കും? പറ. സ്പേമിന്റെ
മെംബ്രെയിൻ പൊട്ടും. ഇതാരാ? അക്രോസൻ. ഇതിനകത്ത് ഇത് ആര് റിലീസ് ആവും? അക്രോസോമിനകത്ത് നിന്ന് ആര് റിലീസ് ആവും? അക്രോസിനും ഹയാലുറോനിഡേസ്. അതെന്ത് ചെയ്യും? ഓവത്തിന്റെ മെംബ്രെയിൻ പൊട്ടിക്കും. ഇതിന്റെ പേരെന്താ? സോണ പെല്യൂസിഡെ പൊട്ടിക്കും. അതേപോലെ ഓവത്തിന്റെ സെക്കൻഡറി ഊസൈറ്റിന്റെ മെംബ്രെയിൻ ഇല്ലേ, ഇത് സെക്കൻഡറി ഊസൈറ്റിന്റെ മെംബ്രെയിൻ, ഇത് സോണ പെല്യൂസിഡ, അതിനെ ബ്രേക്ക് ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞേ. ഒരു സ്പേം സെക്കൻഡറി ഊസൈറ്റ്, ഇവിടെ നടക്കുന്ന കാര്യം, ഈ നടക്കുന്ന കാര്യമാണ്, ഇവിടെ നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. പറഞ്ഞേ. ഒരു സ്പേം സെക്കൻഡറി ഊസൈറ്റിന്റെ അടുത്തെത്തും. ഉടനെ സ്പേമിന്റെ മെംബ്രെയിൻ പൊട്ടും. എന്നിട്ട് അക്രോസോമിനകത്തുള്ള എൻസൈംസ് പുറത്തു വരും. അക്രോസിനും ഹയാലുറോനിഡേസ്. ഈ എൻസൈംസ് എന്ത് ചെയ്യും? ഓവത്തിന്റെ ഏതൊക്കെ? സോണ പെല്യൂസിഡെ പൊട്ടിക്കും, സെക്കൻഡറി ഊസൈറ്റിന്റെ മെംബ്രെയിനെ പൊട്ടിക്കും. ഓക്കെ. പൊട്ടിച്ചിട്ട് ശ്രദ്ധിച്ചോണേ, ഇത്ര ഓക്കെ ആണോ? പൊട്ടിച്ചിട്ട് ദാ സ്പേമിന്റെ ഹെഡ് അകത്താവും. എന്തകത്താവും? സ്പേമിന്റെ ഹെഡ് അകത്താവും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്പേമിന്റെ ഹെഡ് അകത്താവും. നോക്കിയോണേ. ഉടനെ സ്പേമിന്റെ ഹെഡ് അകത്തായ ഉടനെ സോണ പെല്യൂസിഡ ഇങ്ങനെ ഫുൾ കട്ടിയായിട്ട് മാറും. സോണ പെല്യൂസിഡ കട്ടിയാവും. ബാക്കിയുള്ള എല്ലാ സ്പേമും ഇവിടെ വന്ന് ഇടിച്ചു നിൽക്കും. പക്ഷെ അതിന് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റൂല. ബാക്കിയുള്ള മില്യൺ കണക്കിന് സ്പേം ഇവിടെ വന്ന് ഇടിച്ചു നിൽക്കുമെങ്കിലും എന്തിനു പറ്റൂല? പെനിട്രേറ്റ് ചെയ്യാൻ പറ്റൂല. ഒരേ ഒരു സ്പേമിന് മാത്രമേ ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ നോക്കിയേ. ഹെഡ് അകത്തായില്ലേ? ഹെഡ് അകത്തായില്ലേ? ഹെഡ് അകത്തായ ഉടനെ പോരട്ടെ. മിയോസിസ് സെക്കൻഡ്, മെറ്റാഫേസ് സെക്കൻഡ്, റീസ്റ്റാർട്ട് ആയി ഇത് ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറും? പോരട്ടെ. ഊറ്റിഡ് ഇത് പിന്നെ എന്തായിട്ട് മാറും? ഓവം അല്ലേ? നോക്കിയേ. ഇത് ഇപ്പൊ ഇത് ഓവമായിട്ട് മാറി. എന്തായിട്ട് മാറി? ഓവം. ഓവത്തില് 23 ക്രോമസോം. ഇവിടെ എത്ര? സ്പേമിന്റെ 23 ക്രോമസോം. രണ്ടും കൂടെ ചേർന്ന് 46 സൈഗോട്ടായിട്ട് മാറും. 46 ക്രോമസോമുള്ള സൈഗോട്ടായിട്ട് മാറും. ഇറ്റ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. പറയാൻ പറ്റുമോ മെക്കാനിസം? പറയാൻ പറ്റുമോ? പറഞ്ഞേ. ആദ്യം പറഞ്ഞോ. എങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ആദ്യം ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം എവിടെ? എവിടെ? ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ. നിങ്ങളുടെ NCERT പ്രകാരം ആംബുലർ. ഓക്കെ. ഇനി ഈവൻസ് പറ. മില്യൺ കണക്കിന് സ്പേം ആണ് വരുന്നത്. ഓക്കെ. അതില് ഒരേ ഒരാൾക്ക് മാത്രമേ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ. എങ്ങനെ പെനിട്രേറ്റ് ചെയ്യും? പറ ആദ്യം. അടുത്തെത്തിയിട്ട് മെംബ്രെയിൻ പൊട്ടും. എന്നിട്ട് അക്രോസോം അല്ലേ? അക്രോസോമിനകത്തുള്ള എൻസൈംസിനെ റിലീസ് ചെയ്യും. എൻസൈംസ് എന്ത് ചെയ്യും? പോരട്ടെ, പറ. സോണ പെല്യൂസിഡെ ബ്രേക്ക് ചെയ്യും. അടുത്ത് സെക്കൻഡറി ഊസൈറ്റിന്റെ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് യെസ്, അത് തന്നെ. സ്പേമിന്റെ ഹെഡ് സെക്കൻഡറി അല്ലേ, അതിന്റെ ഉള്ളിലോട്ടാവും അല്ലേ? ഇതേ സമയത്ത് എന്ത് കാര്യം നടക്കും? പെനിട്രേഷൻ നടക്കുന്ന അതേ സമയത്ത് മിയോസിസ് 2, മെറ്റാഫേസ് 2 റീസ്റ്റാർട്ട് ആവും. മിയോസിസ് സെക്കൻഡ് കംപ്ലീറ്റ് ആവും. ഊറ്റിഡ് ആവും. പിന്നെ അത് ഓവോ ആയിട്ട് മാറും.
സെക്കൻഡറി ഊസൈറ്റ് ഇപ്പൊ എന്തായിട്ട് മാറി? ഓവം. ഇനി എന്ത് സംഭവിക്കും? ഉടനെ സോണ പെല്ലൂസിഡ ലെയർ തിക്കാവും. ഇനി ഫർദർ പെനിട്രേഷൻ നടക്കോ? ഇല്ല, ഫർദർ പെനിട്രേഷൻ നടക്കത്തില്ല. വെരി ഗുഡ്. അടുത്ത് പിന്നെ സ്പേമിന്റെ 23 ക്രോമസോം, ഓവത്തിന്റെ 23 ക്രോമസോമും കൂടെ ചേർന്ന് 46 ക്രോമസോമുള്ള സൈഗോട്ട്, പ്രഗ്നൻസി. ആളെന്തായി? പ്രഗ്നന്റ് ആയി. വ്യക്തമായിട്ട് മനസ്സിലായ ഫെർട്ടിലൈസേഷൻ? ഓക്കെ. നിങ്ങളുടെ എക്സാമിന് ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി, ഫ്യൂഷൻ ഓഫ് സ്പേം വിത്ത് ഓവം. പക്ഷെ മെക്കാനിസം ചോദിച്ചാൽ നല്ല അടിപൊളിയായിട്ട് എഴുതി കൊടുക്കണം. മെക്കാനിസം ചോദിച്ചാൽ നിങ്ങളിപ്പോ എന്നെ പറഞ്ഞു കേൾപ്പിച്ച കാര്യം നല്ല വ്യക്തമായിട്ട് എഴുതണം. മില്യൺ കണക്കിന് സ്പേം റിലീസ് ആകുന്നതിൽ ഒരേ ഒരു സ്പേമിന് മാത്രമേ പെനിട്രേഷന് പറ്റത്തുള്ളൂ. ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന സ്പേം ഓവത്തിന്റെ അടുത്തെത്തിയ ഉടനെ സ്പേമിന്റെ മെംബ്രെയിൻ ബ്രേക്ക് ആവും. അക്രോസോമിനകത്തുള്ള എൻസൈംസ് റിലീസ് ആവും. ഈ എൻസൈംസ് സോണ പെല്ലൂസിഡ ലെയറിനെ ബ്രേക്ക് ചെയ്ത് സെക്കൻഡറി ഊസൈറ്റിന്റെ ലെയറിനെയും ബ്രേക്ക് ചെയ്യും. സ്പേമിന്റെ ഹെഡ് അകത്താവും. അതേ സമയത്ത് മെറ്റാഫേസ് മിയോസിസ് സെക്കൻഡില് മെറ്റാഫേസ് സെക്കൻഡിൽ ഓഫായ പ്രോസസ്സ് റീസ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡറി ഊസൈറ്റ് ഊറ്റിടാവും. അത് പിന്നെ ഓവോയിട്ട് മാറും. അതിനുശേഷം ഓവത്തിന്റെ 23 ക്രോമസോമും സ്പേമിന്റെ 23 ക്രോമസോമും കൂടെ ചേർന്ന് സൈഗോട്ട് 46 ക്രോമസോമുള്ള സൈഗോട്ട് ആയിട്ട് മാറും. ദിസ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, മനസ്സിലായോ? ഉണ്ടോ? ചോദിച്ചോ, ചോദിക്കും. മെക്കാനിസം ഡൗട്ട് ആയോ? ഓക്കെ, ചോദിച്ചോടാ, ചോദിച്ചോ. അടുത്ത് പറയട്ടോ. ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. അടുത്ത് പറയട്ടോ. ചോദിച്ചോടാ, ചോദിച്ചോ. ഉണ്ടോ? ഓക്കെ. അടുത്തൊരു കാര്യം പറയട്ടോ. നോക്കിയോണേ. ഈ വന്ന സ്പേമില്ലേ, ഈ സ്പേമിനകത്ത് എക്സ് ആണെങ്കിൽ ജനിക്കാൻ പോകുന്നത് പെൺകുട്ടി. ഈ സ്പേമിനകത്ത് വൈ ആണെങ്കിൽ ജനിക്കാൻ പോകുന്നത് ആൺകുട്ടി. ആൺകുട്ടിയാണോ ജനിക്കാൻ പോകുന്നത്, പെൺകുട്ടിയാണോ ജനിക്കാൻ പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് സ്പേമാണ്. അല്ലാതെ ഓവമാണോ? അല്ല. ഏത് പെൺകുട്ടി അല്ലെങ്കിൽ ഏത് കുട്ടി ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നത് സ്പേമാണ്. ഓക്കെ. ഓവത്തിനെ ബ്രേക്ക് ചെയ്യുന്ന സ്പേം എക്സ് ക്യാരി ചെയ്യുന്നതാണെങ്കിൽ ഉണ്ടാകുന്നത് പെൺകുട്ടി. ഓവത്തിനെ ബ്രേക്ക് ചെയ്യുന്ന സ്പേം വൈ ക്യാരി ചെയ്യുന്നതാണെങ്കിൽ ജനിക്കാൻ പോകുന്നത് ആൺകുട്ടി. ഇതിൽ ആര് ജനിക്കണം എന്ന് തീരുമാനിക്കുന്നത് സ്പേമാണ്. അതായത് ആര് ജനിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഫാദറാണ്. സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് മദർ അല്ല, ഫാദറാണ്. സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ഫാദറാണ്, മദർ അല്ല. കാരണം മദർ എത്ര ഓവം ഉണ്ടാക്കിയാലും അതിൽ ആര് മാത്രമേ ഉള്ളൂ? എക്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ സ്പേമില് എക്സ് ക്യാരി ചെയ്യുന്ന സ്പേമും ഉണ്ട്, വൈ ക്യാരി ചെയ്യുന്ന സ്പേമും ഉണ്ട്. ഡിഫറെന്റ് സ്പേംസ് ഇല്ലേ? സോ ഏത് കുട്ടി ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നത് സ്പേമാണ്. അതായത് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് സ്പേമിന്റെ ഓണർ ആരാ? ഫാദർ. പറഞ്ഞു മനസ്സിലായ? അപ്പോ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ഫാദറാണ്. ഓക്കെ ആണോ? വ്യക്തമായിട്ട് മനസ്സിലായോ? ഇനി ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അതും പറ്റൂല. എന്തെന്നറിയോ? 300 മില്യൺ സ്പേം ഇല്ലേ? ഇതില് 50% സ്പേം ക്യാരി ചെയ്യുന്നത് എക്സ് ആണ്. 50% സ്പേം ക്യാരി ചെയ്യുന്നത്
വൈ ആണ്. അറിയാൻ പറ്റുമോ നമുക്കത്? നമുക്കിരുന്ന് എണ്ണാൻ പറ്റുമോ? 300 മില്യൺ, ഇതിനകത്ത് എക്സ്, 2 എക്സ്, 300 മില്യൺ എണ്ണി തീരുമ്പം ഒരു സമയം കഴിയും. ഇരുന്ന് എണ്ണാൻ പറ്റുമോ? പറ്റത്തില്ല, മെനക്കേടാണ്. പറഞ്ഞ് മനസ്സിലായി. നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയാണോ വരാൻ പോകുന്നത് ആൺകുട്ടിയാണോ എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈക്വൽ പെർസെന്റേജിലാണ് എക്സും വൈയും. ഒരു സെമനകത്തുള്ള സ്പേം ഇല്ലേ, ഈക്വൽ 50% ക്യാരി എക്സ്, 50% ക്യാരി വൈ. സോ നമുക്ക് ഈക്വൽ വെയിറ്റേജ് അല്ലേ, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പറഞ്ഞ് മനസ്സിലായ? പറഞ്ഞ് പിടി കിട്ടിയ? അടുത്തതിലോട്ട് പോട്ടോ? റെഡി? ശരി. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇത് നിസ്സാര ചാപ്റ്റർ അല്ല, ഒരുപാടുണ്ട്. കുറച്ച് പേജേ ഉള്ളൂ ഇതിനകത്ത്, ടെക്സ്റ്റിനകത്ത് കാണത്തുള്ളൂ. പക്ഷെ അറിഞ്ഞ് പഠിക്കണം. ഒരുപാട് കണ്ടന്റ് ഇതിനകത്ത് കിടപ്പുണ്ട്. അത് നിങ്ങൾ വായിക്കണം. ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പാരഗ്രാഫ് കൊണ്ടുവന്ന് ചോദിക്കണം, ധൈര്യമായിട്ട് ചോദിക്കണം. അത് സ്കിപ്പ് ചെയ്യരുത്. ഈ വരുന്ന കൺഫ്യൂഷൻ ചോദിക്കണം, അത് ക്ലിയർ ചെയ്ത് പോകണം. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ, പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കോർപ്പസ് ലൂട്ടി, അത് നല്ല ചോദ്യമാണ്. പ്രഗ്നന്റ് ആയില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടി നശിക്കും. അപ്പൊ പ്രഗ്നന്റ് ആയാലോ അവിടെ നിൽക്കും അല്ലേ? അപ്പൊ ക്ലിയർ ചെയ്ത് പോണം. ഇതുവരെ പറഞ്ഞ ഡൗട്ട് ഉണ്ടോ? അടുത്തതിലോട്ട് പോവാല്ലോ. ശരി. അങ്ങനെ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരിക്കുന്നു. സൈഗോട്ട് ഫോം ചെയ്തിരിക്കുന്നു. സൈഗോട്ട് എവിടെ ഫോം ചെയ്തു? ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിൽ ആര് ഫോം ചെയ്തു? സൈഗോട്ട് ഫോം ചെയ്തിരിക്കുന്നു. ബാക്കി പറയട്ടോ? റെഡിയാണോ? ഓ, കേട്ടില്ല. ഓക്കെ, റെഡി? അടുത്ത് പറയട്ടോ? തുടങ്ങാം. ശരി. സൈഗോട്ട് ഫോം ചെയ്തു. ആദ്യം നടക്കുന്നത് സൈഗോട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. സൈഗോട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി പറഞ്ഞോ. സൈഗോട്ട് ആദ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിപ്പോ ഒന്നായിരുന്നില്ലേ? ആദ്യം രണ്ടാകും, 2 4 4 8 8 16 16 32 32 64 അങ്ങനെ സൈഗോട്ട് എന്ന ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. സൈഗോട്ട് ഫോം ചെയ്തതാണ് ഫെർട്ടിലൈസേഷൻ അല്ലേ? അടുത്തെന്താ സംഭവിച്ചത് പറഞ്ഞേ? സൈഗോട്ട് അണ്ടർഗോ ഡിവിഷൻ. എങ്ങനെ ഡിവൈഡ് ചെയ്തു പറഞ്ഞേ? 2 4 8 16 32 64 ഡിവൈഡ് ചെയ്യും. എന്ത് ഡിവിഷൻ? മൈറ്റോസിസ്. ഈ ഡിവിഷൻ എന്താ? മൈറ്റോസിസ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ? സൈഗോട്ട് പറ, അണ്ടർഗോ മൈറ്റോസിസ് ആൻഡ് ഫോം 2 4 8 16 32 64 സെൽസ്. ഓക്കെ, ഓക്കെ ആണോ? പറഞ്ഞേ. ഇപ്പൊ എന്താ സംഭവിച്ചത്? പറഞ്ഞേ. സൈഗോട്ട് അണ്ടർഗോ ഡിവിഷൻ, ഡിവൈഡ് അല്ലേ? എന്ത് ഡിവിഷൻ? മൈറ്റോട്ടിക് ഡിവിഷൻ അല്ലേ? അങ്ങനെ 2 4 8 16 32 64 ഇങ്ങനെ കുറെ സെല്ലുകളായിട്ട് മാറും. ഓക്കെ,
ഈ ഡിവിഷനെ ഒരു പേര് വിളിക്കും. എന്താണെന്ന് അറിയാമോ? ക്ലീവേജ്. ഈ ഡിവിഷന്റെ പേരാണ് ക്ലീവേജ്. എന്താണ് ക്ലീവേജ് പറഞ്ഞേ? സൈഗോട്ട് ഫോം ചെയ്തിട്ട് അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ. സൈഗോട്ട് അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് ഫോം 2, 4, 8, 16, 32 അങ്ങനെ പറയാം. ഓക്കെ, ദിസ് ഡിവിഷൻ ഈസ് നോൺ ആസ് ക്ലീവേജ്. ഓക്കെ ഓക്കെ, അടുത്ത ശ്രദ്ധിച്ചോണേ. ഇവിടെ നോക്കിയേ, ഇവിടെ ക്ലീവേജ് നടന്നപ്പോ എത്ര സെല്ല് ഫോം ചെയ്തു? 2 സെല്ല്. ഇവിടെ ഇതിന് ക്ലീവേജ് നടന്നപ്പോഴോ 4 സെല്ല്. ഇതിന് ക്ലീവേജ് നടന്നപ്പോഴോ 8 സെല്ല്. ഇങ്ങനെ ഉണ്ടാകുന്ന സെൽസ് ഇല്ലേ, ഈ സെൽസിന്റെ ഒക്കെ പേര് ബ്ലാസ്റ്റോമിയർ. സെല്ലിന്റെ പേര്, ക്ലീവേജ് നടന്ന് കിട്ടുന്ന സെൽസിന്റെ പേര് ബ്ലാസ്റ്റോമിയർ. ക്ലീവേജ് നടന്ന് കിട്ടുന്ന സെൽസിന്റെ പേര് ബ്ലാസ്റ്റോമിയർ. ബ്ലാസ്റ്റോമിയർ. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞേ. അപ്പൊ ഒന്നുകൂടെ, സൈഗോട്ട് ഫോം ചെയ്യും, പിന്നെ പോരട്ടെ. സൈഗോട്ട് അണ്ടർഗോ മൈറ്റോസിസ്. ഡിവിഷൻ മൈറ്റോസിസ് അല്ലേ? ഈ ഡിവിഷന്റെ പേരെന്താ? ക്ലീവേജ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സെൽസിന്റെ പേരെന്താ? ബ്ലാസ്റ്റോമിയർ. പറഞ്ഞ മനസ്സിലായ? പറഞ്ഞ മനസ്സിലായി? നോക്കിയേ, ഇവിടെ എത്ര ബ്ലാസ്റ്റോമിയർ ഉണ്ട്? 2. ഇതിലെത്ര ബ്ലാസ്റ്റോമിയർ ഉണ്ട്? 4. ഇതിലെത്ര ബ്ലാസ്റ്റോമിയർ ഉണ്ട്? 8. പറഞ്ഞ മനസ്സിലായി? ഇതില് ഈ 8 മുതൽ 16 8 മുതൽ 16 വരെയുള്ള ബ്ലാസ്റ്റോമിയർ, 8 മുതൽ 16 വരെയുള്ള ബ്ലാസ്റ്റോമിയറിനെ പറയുന്ന പേര് മോറുല. മോറുല. ഇതിനകത്ത് 8 ബ്ലാസ്റ്റോമിയർ, ഇതിനകത്ത് 16 ബ്ലാസ്റ്റോമിയർ. ഇതിനെ രണ്ടിനെ പറയുന്ന പേരാണ് മോറുല. 8 മുതൽ 16 വരെയുള്ള ബ്ലാസ്റ്റോമിയറിനെ പറയുന്ന പേരാണ് മോറുല. 8 to 16 blastomeer is known as morula. Okay, 8 to 16 cell is known as morula. മനസ്സിലായ? നിങ്ങൾ ഇവിടെ വേറൊരു കുഞ്ഞു കാര്യം ശ്രദ്ധിച്ചോ. നോക്കിയേ, സൈഗോട്ട് എത്ര സെല്ലാണ്? ഒറ്റ സെല്ലല്ലേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ സെല്ലിന്റെ എണ്ണം കൂടി വരെയല്ലേ? സെല്ലിന്റെ എണ്ണം കൂടിയാൽ അതെന്തായിട്ട് മാറും? ടിഷ്യൂ അല്ലേ? പിന്നീട് ഈ ടിഷ്യൂ എന്തായിട്ട് മാറും? ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം. നമ്മള് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചേ, സൈഗോട്ട് ഉണ്ടായല്ലോ, 9 മാസമല്ലേ നമ്മുടെ പ്രഗ്നൻസി പീരീഡ്? 9 മാസം കൊണ്ട് കംപ്ലീറ്റ് ഓർഗൻ സിസ്റ്റംസും ഡെവലപ്പ് ചെയ്യും. ഡൈജസ്റ്റീവ് സിസ്റ്റം +1 പഠിച്ചില്ലേ? റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി, ഇങ്ങനെ കുറെ സിസ്റ്റംസ് പഠിച്ചില്ലേ? എല്ലാ സിസ്റ്റംസും 9 മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ആ ബേബി യൂട്രസിൽ നിന്നും പുറത്തോട്ട് വരുന്നത്. കണ്ടോ? നമ്മള് എല്ലാ ലെവലും കടന്നിട്ടാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എത്തിയത്. ശരിയല്ലേ? ഓക്കെ, നമ്മൾ ആദ്യം സെല്ലുലാർ ലെവലായിരുന്നു അല്ലേ സൈഗോട്ട്. പിന്നെ അത് എന്തായിട്ട് മാറി? ടിഷ്യൂ ആയിട്ട് മാറിയില്ലേ? ഇനി ടിഷ്യൂവിൽ നിന്ന് എന്ത് ഡെവലപ്പ് ചെയ്യും? ഓർഗൻസ്. ആ ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റംസ്. അങ്ങനെ നമ്മൾ 9 മാസം കൊണ്ട് ഒരു കംപ്ലീറ്റ് ഓർഗൻ സിസ്റ്റം ലെവലിൽ എത്തും. എന്നിട്ടാണ് നമ്മുടെ യൂട്രസിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, അപ്പോ സൈഗോട്ടിന് എന്ത് സംഭവിച്ചു? സൈഗോട്ട് അണ്ടർഗോ ഡിവിഷൻ അല്ലേ? ഡിവിഷൻ നടന്നു കിടന്ന് ലാസ്റ്റ് സെല്ലിന്റെ എണ്ണം കൂടി പോവുകയാണ് അല്ലേ? അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ?
അവസാനം ഇത് ഇങ്ങനെയാവും. അവസാനം ഇത് ഇങ്ങനെയാവും. ഈ സൈഗോട്ട് ലാസ്റ്റ് എന്താവും? ഇങ്ങനെയാവും. ഇതിന്റെ പേര് ബ്ലാസ്റ്റോസിസ്റ്റ്. പേരെന്താ? ബ്ലാസ്റ്റോസിസ്റ്റ്. അവസാന സൈഗോട്ട് എന്തായിട്ട് മാറും? ബ്ലാസ്റ്റോസിസ്റ്റ്. അവസാന സൈഗോട്ട് എന്തായിട്ട് മാറും? ബ്ലാസ്റ്റോസിസ്റ്റ്. പറഞ്ഞ് മനസ്സിലായോ? അവസാന സൈഗോട്ട് എന്തായിട്ട് മാറും? ബ്ലാസ്റ്റോസിസ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ശ്രദ്ധിച്ചേ, നോക്കിയേ നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ. ഒരു ബ്ലാസ്റ്റോസിസ്റ്റ്, ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് നിങ്ങൾ നോക്കിയേ. ഇതിന് പുറമെ ഒരു ലെയർ ഓഫ് സെൽസ് ഉണ്ട്, കണ്ടോ? പുറമെ ഒരു ലെയർ ഓഫ് സെൽസ് ഉണ്ട്, കണ്ടോ? പുറമെ ഒരു ലെയർ ഓഫ് സെൽസ് കണ്ടോ? ഇതിന്റെ പേര്, ഈ ലെയറിന്റെ പേര് ട്രോഫോബ്ലാസ്റ്റ്. പേരെന്താ? ട്രോഫോബ്ലാസ്റ്റ്. പറഞ്ഞു മനസ്സിലായോ? പുറമേ ഉള്ള ഈ സിംഗിൾ ലെയറിന്റെ പേരെന്താ? ട്രോഫോബ്ലാസ്റ്റ്. ഇനി ഈ അകത്ത് കാണുന്ന സെൽസിന്റെ പേര് ഇന്നർ സെൽ മാസ്. ഇന്നർ സെൽ മാസ്. ഓക്കെ. ഈ കാണുന്ന സ്പേസിന്റെ പേര് ബ്ലാസ്റ്റോസീൽ. ബ്ലാസ്റ്റോസീൽ. ഇതാണ് ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. പറയേണ്ടത് ഔട്ടർ എ സിംഗിൾ ലെയർ നോൺ as trophoblast. Inner a group of cells known as inner cell mass. Then a cavity known as blastocele. ഇതാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പോ അങ്ങനെ സൈഗോട്ട് ക്ലീവേജ് നടന്ന് ക്ലീവേജ് നടന്ന് ക്ലീവേജ് നടന്ന് അവസാനം എന്തായിട്ട് മാറും? ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും. വ്യക്തമായിട്ട് മനസ്സിലായോ? വ്യക്തമായിട്ട് മനസ്സിലായോ? വ്യക്തമായിട്ട് മനസ്സിലായോ? വ്യക്തമായിട്ട് മനസ്സിലായോ? റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, റെഡി? അടുത്ത് പറയട്ടോ, അടുത്ത് പറയട്ടോ. ഇപ്പം സൈഗോട്ട് എന്തായിട്ട് മാറി? ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും? യെസ്, ബ്ലാസ്റ്റോസിസ്റ്റ് എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും? എൻഡോമെട്രിയത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യും. പറഞ്ഞ് മനസ്സിലായോ? വ്യക്തമായിട്ട് മനസ്സിലായോ? വ്യക്തമായിട്ട് പിടികിട്ടിയോ? വ്യക്തമായിട്ട് പിടികിട്ടിയോ? എന്നിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ബ്രേക്ക് ചെയ്യാം. മനസ്സിലായോ പറഞ്ഞ്? നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിൾ പറഞ്ഞു, ഫെർട്ടിലൈസേഷൻ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത്, ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് ആണ്. സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് ആണ്. പറഞ്ഞേ, പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞേ. സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞേ. സൈഗോട്ടിന് യെസ് മൈറ്റോസിസ് നടക്കും അല്ലേ? ആ മൈറ്റോട്ടിക് ഡിവിഷന്റെ പേരെന്താ? ക്ലീവേജ് അല്ലേ? അങ്ങനെ അത് എങ്ങനത്തെ സെല്ല്? 2 സെല്ല്, 4, 8, 16 ഇങ്ങനെ കണ്ട അല്ലേ? ഡിവിഷൻ നടന്നു കിടന്ന സെല്ലിന്റെ എണ്ണം കൂട്ടൂലേ? ഈ ഡിവിഷന്റെ പേരാണ് ക്ലീവേജ് അല്ലേ? ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സെൽസിന്റെ പേരെന്താ? ബ്ലാസ്റ്റോമിയർ. പേരെന്താ? ബ്ലാസ്റ്റോമിയർ. ഓക്കെ. അങ്ങനെ ഇതിനകത്ത് പിന്നെ ഓർക്കേണ്ട കാര്യം എന്താ? 8 മുതൽ 16 വരെയുള്ള ബ്ലാസ്റ്റോമിയറിന്റെ പേരെന്താ? മോറുല. അവസാനം ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് എന്തായിട്ട് മാറും? ബ്ലാസ്റ്റോസിസ്റ്റ്. അതിന്റെ സ്ട്രക്ചർ പറഞ്ഞേ. ഔട്ടർ സിംഗിൾ ലെയർ പേരെന്താ? ട്രോഫോബ്ലാസ്റ്റ്. ഇന്നർ ഗ്രൂപ്പ് ഓഫ് സെൽസിന്റെ പേരെന്താ? ഇന്നർ സെൽ മാസ്. പിന്നെ ഒരു ക്യാവിറ്റി, പേരെന്താ? ബ്ലാസ്റ്റോസീൽ. എന്നിട്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എങ്ങോട്ട് പോവും? ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യും. വ്യക്തമായിട്ട് മനസ്സിലായോ? ബാക്കി നമുക്ക് ബ്രേക്കിന് ശേഷം ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തു. ഓക്കെ. ഓക്കെ.